ഹായ് അന്തീപ. അൺഫോൾഡിങ് മൈ മെമ്മറീസ് പാർട്ട് 8. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അന്നക്കുട്ടിയുടെ ഡെലിവറി സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളവിടെ സൈച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് അച്ചച്ചി അമ്മച്ചിയൊക്കെ നിൽക്കുന്നത്, അതായത് നമ്മൾ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ഏത് വീടായിരുന്നോ ആ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വരികയാണ് ഞാനും ബിജും. പിന്നെ അപ്പോൾ ആദ്യത്തെ ഒരു മാസം ഞാൻ ലീവ് എടുക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ അച്ചാച്ചി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറായി. പിന്നെ എനിക്ക് തോന്നുന്നു അച്ചാച്ചിക്ക് ഡ്രൈവറെ വല്ലതും വെച്ചായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലത്. അച്ചാച്ചി തന്നെ പോവോ, ആദ്യം നമ്മൾ ഡ്രൈവറിനെ ഏർപ്പാടാക്കിയും തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചിയുടെ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളും അതിനകത്ത് ഓൾമോസ്റ്റ് ഇൻവോൾവ് ആണ് കാര്യങ്ങളിലൊക്കെ. പക്ഷേ അച്ചാച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ സൂപ്പർവൈസർ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അച്ചാച്ചി അങ്ങനെ മാനേജ് ചെയ്തങ്ങ് പോവാണ്. പിന്നെ എനിക്ക് ഇത്രയും തലവേദന എടുത്ത് തലയിൽ വെക്കാനും അന്നേരം എനിക്ക് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ പോലും എനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പം എനിക്ക് ആ ജോലി കളഞ്ഞിട്ട് എനിക്ക് ഈ പരിപാടിയിലോട്ട് വരാൻ ഒരു അൺസർട്ടൺ സംഭവമാണ്. അപ്പോൾ എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യുവാന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ പോകേണ്ടി വരുന്നതിൽ ഓക്കെയാണ്. നമ്മുടെ കസിനാണ് ഡയറക്ടർ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇളവൊന്നുമില്ല. ഞാൻ ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ലോസ് ഓഫ് പേ എങ്കിൽ ലോസ് ഓഫ് പേ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മളൊരു ഫാമിലി പോലത്തെ ഒരു സെറ്റപ്പാണ് ആ ഓഫീസ്. അപ്പോൾ ആ സമയത്തൊക്കെ ഓഫീസിൽ എല്ലാവരും നല്ല സെറ്റായിരുന്നു. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നമ്മളിപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിൽ പോലും അതിൽ ആദ്യം തുടങ്ങുന്ന ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി പോലെ ഇരിക്കും അവിടുത്തെ ആൾക്കാർ. പിന്നെ വരുന്ന ആൾക്കാരും അതുപോലെ ആയിരിക്കും പെരുമാറുന്നത്. പിന്നെ അപ്പം ഓരോ എനിക്കറിയത്തില്ല എത്രത്തോളം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒരു രീതി പോലെ ഇരിക്കും നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണോ അല്ലയോ എന്നുള്ളത്. മേളിൽ നിന്നുള്ള പ്രഷറൊക്കെ ഓക്കെ, പക്ഷെ നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റാണേ മാത്രം. അതായത് ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ നാറിയ ഗെയിം ഇല്ലാത്തൊരവസ്ഥ, അവിടെയാണ് നമുക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഈ പറയുന്ന സമയത്ത് അത്ര സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ ഒത്തിരി പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ പിന്നെ ഗ്രൂപ്പുകളിയായി, ഓഫീസ് പൊളിറ്റിക്സ് ആയി. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല, കാരണം നമ്മളൊരു സെറ്റ് ഓഫ് പീപ്പിൾ ആദ്യം തന്നെ ഉണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എങ്കിൽ പോലും കുറേ ഫേവറിസം ഒക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളും ഓരോന്നൊക്കെ പറയാനായിട്ട് തുടങ്ങി. അപ്പം അതൊക്കെ വേറൊരു കഥ, നമുക്ക് പിന്നെ പറയാം. ഓക്കെ, സോ അപ്പം നമ്മളവിടെ നിൽക്കുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നമ്മൾ കാറിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ബൈക്കിൽ പോകേണ്ടി വരും. അപ്പോൾ ബിജുവിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്കാണ് ബിജുവിന് ഓഫീസിൽ എങ്ങാണ്ട് എത്തേണ്ടത്. 8 മണിക്കാണെന്ന് തോന്നുന്നു. 8 മണി ഇച്ചിരി നേരത്തെയാണ് പോകേണ്ടത്. എനിക്കാണെങ്കിൽ 9-9:30 ആകുമ്പോൾ ചെന്നാൽ മതി. അപ്പോൾ ഈ ടൈം ഡിഫറൻസ് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് മിക്കവാറും ബിജു കാർ എടുത്ത് അങ്ങ് പോവും, ഞാൻ പിന്നെ ബൈക്ക് എടുത്ത് പിന്നെ പോവാം. കാരണം അന്നേരം എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ബിജു അവിടുന്ന് വേറെ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. വേറെ പലയിടത്തും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1-2 ഇടത്തൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ബിജുവിൻ്റെ പാക്കേജ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ബിജു അത് പോയില്ല, അങ്ങനെ നിൽക്കുവാണ്. എനിക്കൊന്ന് ഇടയ്ക്ക് UST അങ്ങാണ്ട് കിട്ടുമോ എന്തോ ചെയ്തായിരുന്നു തോന്നുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒരു പ്രഗ്നൻസി ആയിരുന്നു. നമ്മൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തോ ഒന്നുമല്ല. അപ്പം ഒരു ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ പറ്റത്തുള്ളൂ. അതായത് അച്ചാച്ചിക്ക് അസുഖം വരുന്നത് ഡിസംബറിൽ, ജനുവരി ഒക്കെ ആയപ്പോൾ ഒന്ന് സ്റ്റേബിളായി. ഫെബ്രുവരി ആയപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാച്ചിനെയും കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ പറ്റത്തുള്ളൂ, ബിജു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ബിജു ആ സമയത്തൊന്നും എന്നെ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന വഴിക്കല്ല പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ച് നേരം ഓടിച്ച് പഠിപ്പിക്കുക. അപ്പം അത്യാവശ്യം എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗിയറൊക്കെ ചേഞ്ച് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് കിട്ടണില്ല, നമുക്ക് പേടിയാണ് വണ്ടി ഇറങ്ങുമ്പോൾ. അപ്പോൾ ബിജു പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ വേറെ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ, നമുക്ക് ഇന്ന് കന്യാകുമാരി പോകാമെന്ന് പറഞ്ഞു. ഒരു ഞായറാഴ്ച നമ്മൾ കന്യാകുമാരി പോവാം. ഞാനും ബിജുവും കൂടെ കന്യാകുമാരി വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരാം. അപ്പോൾ പോകുന്ന വഴി എന്നെ ഓടിപ്പിക്കാം വണ്ടി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോവാണ്. രാവിലെ ഇറങ്ങി നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ് കേട്ടോ. അപ്പോൾ ആ കുണ്ടും കുഴി എല്ലാം ചാടിച്ച് ഞാൻ വണ്ടി ഓടിച്ച് ഒരു വിധത്തിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ തിരിച്ചു വന്ന് വീട്ടിലിരിക്കും, അതായത് രാത്രിയായി നമ്മൾ തിരിച്ചു വീട്ടിലിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അന്നേരം ഞാനിങ്ങനെ എൻ്റെ പീരീഡ്സ് ട്രാക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല, എനിക്ക് ഇതിൻ്റെയൊക്കെ എൻ്റെ ABCD പോലും അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം പോലെ, എന്താ. അപ്പോൾ എപ്പോഴാണ് നേരത്തെ ലാസ്റ്റ് പീരീഡ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കുറച്ച് നേരമായിട്ട് ഇല്ലാത്ത പോലെയൊക്കെ അങ്ങനെ എന്തോ ഒരു വശപ്പിശയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് അടുത്ത ദിവസം ഒന്ന് ഡോക്ടറെ പോയി കാണാം.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിറ്റേ ദിവസം ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി, എനിക്ക് തോന്നുന്നു 6 മണി 7 മണി ആ ടൈമിലെങ്ങാണ്ടാണ് ഞങ്ങൾ ആനി നഴ്സിംഗ് ഹോം, അവിടെയാണ് അമ്മ അനിയത്തീനെയും അനിയൻ്റെയും ഒക്കെ ഡെലിവറി അവിടെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ നഴ്സിംഗ് ഹോമാണ്. അവിടെ പോയിട്ട് അപ്പോൾ ബിജുവിന് ആ ഡോക്ടറിനെ ഓൾറെഡി അറിയാം. അപ്പോൾ ചെന്നപ്പം ആ ഡോക്ടർ നമ്മുടെ പിന്നീട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ ബിന്ദു മുരളീധരൻ എന്ന് പറയും. പുള്ളിക്കാരി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വന്നുകൊണ്ട് തന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പണ്ട് പേട്ടയിലായിരുന്ന സമയത്ത് ഇവർക്ക് പനി വന്നാൽ ഇവർ പോകുന്ന നഴ്സിംഗ് ഹോമായത്. ഈ ആണുങ്ങളെല്ലാം ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ മുറിവ് വന്നാലോ ഒക്കെ അവർ വന്നിട്ട് ഈ ഒരു ഗൈനക്കോളജിസ്റ്റാണ് അവിടെ ഇരിക്കുന്നത്, അവർ തന്നെയാണ് ഈ ഫിസിഷ്യൻ്റെ റോളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബിജുവിനെ പരിചയമുണ്ട്. അപ്പം ഞാൻ അവിടെ കയറി ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചു ഓക്കെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് എന്നായിരുന്നു. എനിക്കറിയത്തില്ല അങ്ങനെ. അപ്പം ഓക്കെ എന്നാൽ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് ചെയ്തു, ഓക്കെ പോസിറ്റീവ് ആണ്, പ്രഗ്നൻ്റ് ആണ്, ഓക്കെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്തിപ്പോൾ സംഭവിച്ചത് എന്നുള്ള അവസ്ഥയിലാണ്. അവസാനം പിന്നെ എനിക്കൊന്ന് മുട്ടായി എന്തോ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് അമ്മച്ചിയുടെ ആദ്യം പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയും മണ്ടടിച്ചു എന്ത് സംഭവം എന്നുള്ളൊരു മട്ടിലാണ്. അതായത് ഒരു എക്സൈറ്റ്മെന്റ് അല്ല, ഒരു ഞെട്ടലാണ് എല്ലാവർക്കും എന്ത് എന്നുള്ളൊരു മട്ടില്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ബിജുവിൻ്റെ വീട്ടിൽ വിളിച്ച് പറയുന്നു, അച്ചാച്ചി എടുത്ത് പറയുന്നു. അച്ചാച്ചി ഒക്കെ ഓക്കെ എന്തെങ്കിലും ഓക്കെ ശരി ടി വി കണ്ടോണ്ടിരിക്കുന്നു, ഓക്കെ അത്രേ ഉള്ളൂ, തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അന്നേരമൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഛർദിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. അപ്പം അമ്മച്ചി ഉടനെ എല്ലാ ദിവസവും, പണ്ട് 10ാം ക്ലാസ്സിലാണ് എനിക്ക് എല്ലാ ദിവസവും വൈകിട്ട് പാല് കിട്ടിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ്സിൽ മാത്രം സ്പെഷ്യൽ പാലുണ്ടായിരുന്നു അമ്മച്ചിയുടെ വക, കാരണം ബുദ്ധി വികസിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എനിക്ക് പാല് കിട്ടിയേക്കുന്നത് അന്നയുടെ പ്രഗ്നൻസി ടൈമിലാണ്. അമ്മച്ചി പാലുണ്ടാക്കി തരുന്നു, വൈകിട്ട് കുങ്കുമപ്പൂ മേടിച്ചോണ്ട് വാടി, കലക്കടി കുടിക്കടി അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം അതങ്ങനെ പോകുന്നു. പിന്നെ ഡോക്ടർ തന്നെ എന്തോ ഫോളിക് ആസിഡും അയണും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നൊക്കെ ആദ്യമൊക്കെ ബിജു കൂടെ വരുമായിരുന്നെങ്കിലും പിന്നെ ബിജുവിന് ശനിയാഴ്ചകളിൽ ബിജുവിന് ഓഫീസുണ്ട്. അപ്പോൾ ബിജുവിന് ശനിയാഴ്ച വരാൻ പറ്റത്തില്ല. എനിക്ക് ആകെ ഒരു ശനിയാഴ്ച എനിക്ക് ഓഫ് കിട്ടത്തുള്ളൂ. പിന്നെ ഞായറാഴ്ച ഡോക്ടറില്ല. അപ്പം ഞാൻ ശനിയാഴ്ച ഞാൻ അങ്ങ് പോകാൻ തുടങ്ങി. ആദ്യം ബിജു പറഞ്ഞു അമ്മച്ചിനെയും കൂട്ടി പോകണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ശനിയാഴ്ച ഉള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയാണ് അവിടുത്തെ വീട്ടിലെ മൊത്തം പണിയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ അമ്മേനെയും കൂടെ വലിച്ചു കെട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുക്കള കയറുന്ന പരിപാടിയില്ല. നമ്മൾ തിരിച്ചു വന്നിട്ടും ഞാൻ അടുക്കള കയറത്തില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പോഴും അതെ, എൻ്റെ ഈ വീട്ടിൽ എനിക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ഓക്കെയാണ്. ഞാനിപ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ കുക്ക് ചെയ്യും, അവിടുത്തെ പരിപാടികളൊന്നും ചെയ്യത്തില്ല. കാരണം എനിക്ക് എൻ്റെ അടുക്കളയാണ് എളുപ്പം. ആ ഒരു അല്ലാതെ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അവരുടെ രീതികൾ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ആലോചിക്കും എൻ്റെ വീട്ടിൽ പുറത്തുനിന്നൊരു ഗസ്റ്റ്, അപ്പം അതിപ്പം എൻ്റെ മദർ ഇൻ ലോ വന്നാലും അമ്മ വന്നാലും ഞാൻ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ആരും പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടമില്ല. അതുപോലെ ഞാൻ വേറൊരു വീട്ടിൽ പോയാൽ ജോലി ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുക. അപ്പം അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു, ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നു, ഭയങ്കര പരിപാടികളൊക്കെ. ഞാൻ എന്താ പറഞ്ഞു വന്നേ? അപ്പം അതൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ രാവിലെ അപ്പം പിന്നെ ആയപ്പോഴത്തേക്കും അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത് അമ്മേനെയും കൊണ്ട് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അമ്മേനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള ഫുഡ് ആരുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോയാൽ എന്തായാലും ഉച്ച കഴിയും തിരിച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിജു പറഞ്ഞു എന്നാൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ. ഞാൻ നോക്കുമ്പോൾ അന്നേ ഞാൻ പിശിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നോക്കുമ്പം ഓട്ടോറിക്ഷ പോകുമ്പം ഇതുപോലെ കുലുക്കം വേറെ ഇല്ല. അപ്പം എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ. നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസമാണ് മൊത്തം ഗട്ടറും ചാടിയിട്ട് മറ്റേ ഒരു ലോങ് ട്രിപ്പ് പോയച്ചു വന്നേക്കുന്നത്. അതായത് കന്യാകുമാരി വരെ പോയിട്ട് തിരിച്ചു വന്നേക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ തിരിച്ചു വന്നു. നടുവൊക്കെ ഒട്ടിഞ്ഞ് നല്ല വേദന. ആ നടുവേദന കാരണമാണ് ഞാനിങ്ങനെ ചിന്തിച്ചത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ പിറ്റേന്ന് പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാനതുകൊണ്ട് ഓട്ടോയിലും പോവാതെ ഞാൻ എൻ്റെ 2 വീലറിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 വീലറിൽ പോയി എനിക്കൊന്ന് ആദ്യത്തെ 3 മാസം കണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ചു. ഡോക്ടർ പറഞ്ഞു ദീപ വീട്ടിൽ ആരും ഇല്ലേ, ദീപ ഓട്ടോറിക്ഷ പിടിച്ച് വന്നാൽ മതി, ബൈക്കിലാണോ വരുന്നത്, ഇത്ര കെയർലെസ് ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ഓട്ടോയിൽ വരുന്നതിനേക്കാളും എനിക്ക് സേഫ് ആയിട്ട് തോന്നിയത് ബൈക്കിലാണ്. കാരണം കൺട്രോൾ എൻ്റെ കയ്യിലാണ്. ഏത് ഗട്ടർ ചാടണ്ട, എവിടെ നിർത്തണം എനിക്കറിയാം. അത് പറഞ്ഞപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടു, അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 6 months വരെ
ഞാൻ എന്ത് ചെയ്ത് ബൈക്കിൽ പോകും, പക്ഷെ ഹോസ്പിറ്റലിനകത്ത് വണ്ടി വെക്കൂല, ഞാൻ പുറത്ത് വണ്ടി വെച്ചിട്ട് നടന്ന് കയറും. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ എന്നോട് ചോദിക്കുക എങ്ങനെ വന്നു ചോദിക്കും, ഞാൻ ഓട്ടോയില്ല വന്നു, ഒറ്റയ്ക്കാണ് ഞാൻ കയറുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പെയറായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഇടയ്ക്ക് ഞാൻ ബിജുവായിട്ട് അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നെ എനിക്ക് തോന്നി എന്തിന്റെ ആവശ്യത്തിനാണ്, ഇനി ഞാൻ കേപ്പബിൾ ആണ്, പിന്നെ അതിന്റെ ആവശ്യമില്ല. അതുപോലെ ബിജു ഇനി ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വരേണ്ടി വരും. പിന്നെ ആ പാടെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേസ് എങ്ങാണ്ട് മാത്രമാണ് ബിജുവിന് വരാൻ പറ്റുന്നത്. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ ഓരോ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ പോയി കണ്ട് തിരിച്ചു വരും, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഡോക്ടറും ഓക്കെ ആയിരുന്നു, ഞാനും ഓക്കെയാണ്, അങ്ങനെ പോകുന്ന കാര്യങ്ങള്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു തവണ കന്യാകുമാരി പറഞ്ഞു പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോണ്ടിരുന്നത് ആ സമയത്ത്. അതായത് ഒരു 6 months വരെ ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോണ്ടിരുന്നത്. രാവിലെ ഞാൻ അത്രയും ദൂരം നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് നാൾ ഞാൻ ബൈക്കിൽ പോയി. അപ്പം ബിജു തന്നെ പറഞ്ഞു വേണ്ട, എൻ്റെ കൂടെ ഇങ്ങ് പോര്. അപ്പം ഞാൻ ബിജു അങ്ങ് കൊണ്ടുപോകും, എന്നെ രാവിലെ തന്നെ കൊണ്ടുപോകും. പക്ഷെ ബിജുവിന്റെ ടൈമിങ്ങിൽ പോകണം. അതായത് 8 മണിക്ക് ബിജുവിന് ഓഫീസിൽ എങ്ങാണ്ട് കയറണം. സോ അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ അതിന് മുന്നേ എന്തായാലും അമ്മച്ചിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയം തൊട്ട്, അതായത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് ഞാനും ബിജുവിൻ്റെ കൂടെ രാവിലെയാണ് പോകുന്നത്. 7:30, 7:45, 8 മണി അടുപ്പിച്ച് ഞാൻ അവിടുന്ന് പോയിട്ട്, ഞങ്ങൾ ആദ്യം പോയി അവിടുന്ന് അവിടെ ഗായത്രി, ബിജുവിന്റെ ഓഫീസ് ഉണ്ടായിരുന്നത്, ബിജുവിന്റെ ഓഫീസിന്റെ പേര് പാരഗൺ അല്ലേ, പാരഗൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിരുന്നത് ഗായത്രി എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ്. അപ്പൊ ആ ബിൽഡിങ്ങില് താഴെ ഇതൊരു ഫുഡ് കോർട്ടുണ്ട്, പേര് മറന്നുപോയി. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ മസാല ദോശയും പൂരിയും ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ എന്നെ ഓഫീസിൽ കൊണ്ടുവിടും. എൻ്റെത് തേജസ്വിനിയിലായിരുന്നു എൻ്റെ ബിൽഡിംഗ്, അല്ല തേജസ്വിനി ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പൊ എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ബിജു പോകും. പിന്നെ രാത്രി ഞാൻ 6:30 ആകുമ്പോൾ കൃത്യം റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ ബിജു വരുമ്പോൾ 7:30, 8 മണി, ഒത്തിരി താമസിക്കും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഞങ്ങൾ പുറത്ത് പോയിട്ട് ആദ്യമൊക്കെ അകത്തുള്ള ഫുഡ് കോർട്ടിൽ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് പിടിക്കാതായി. അത് കഴിക്കാൻ അങ്ങോട്ടൊക്കെ കയറുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്ന പോലെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിട്ട് കഴക്കൂട്ടത്ത് പോയിട്ട് അവിടെ ഒരു കഴക്കൂട്ടത്ത് HDFC ബാങ്കിന്റെ, അതായത് കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ ഒരു സാധാ ഒരു കടയുണ്ടായിരുന്നു. 2 കടകളുണ്ട്. ഒന്ന് നല്ല ഫേമസ്, ഒരു മീനൊക്കെ പലതരം മീൻ വറുത്തതൊക്കെ കിട്ടുന്ന ഒരു കട, ഇപ്പോഴും ഉണ്ടത്. പിന്നെ ഒന്ന് കുറേ അകത്തോട്ട് പോയിട്ട് ഒരു സാധാ അതൊക്കെ ചോറും ചോറും 1-2 കറിയും മാത്രമുള്ളൊരു കടയുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ആ ചോറ് പിടിക്കുന്നില്ല, എനിക്ക് കറികൾ പിടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ മാറി അവിടെയൊക്കെ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റൂല. അങ്ങനെ മാറിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ വയറൊക്കെ അത്യാവശ്യം വീർത്ത് ഒക്കെ വന്നേക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ എന്തോ ഒരു ക്വയർ പരിപാടി. അപ്പം ഞാൻ പാട്ട് പാടാനും ഒക്കെ ഉണ്ട് പള്ളിയിൽ. അപ്പം എന്തോ ഒരു ഗ്രൂപ്പ് സോങ്ങിന്റെ പരിപാടിക്ക് ഞാൻ പോയി ജോയിൻ ചെയ്തു. ഞാൻ അതിന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അതിനെന്തോ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം. ആ ഡ്രസ്സും ഒക്കെ പോയി വാങ്ങിച്ച് ഞങ്ങൾ പാട്ട് പാടാനൊക്കെ പോയി. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു കോൾ വരുവാണ്, ഒരു ഉഡായിപ്പ് കോള്. അതായത് നിങ്ങൾക്ക് എന്തോ എവിടെയോ പോകാനായിട്ട്, നിങ്ങൾ ഹോളിഡേ ട്രിപ്പ് നിങ്ങൾക്ക് അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് പോവാണ്. എന്തുവാ, മറ്റേ ഐസ്ക്രീം ബൗൾ കിട്ടുന്നൊരു പരിപാടി. അവർ ശരിക്കും അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോഴും ഉണ്ട് ആ ചീള് കേസ്. ഇപ്പൊ വിളിക്കുമ്പോൾ ഞാൻ നല്ല തെറി വിളിക്കും. കാരണം ഞങ്ങൾ അന്ന് ഈ 6-ാം മാസം സമയമാണ്. ഞങ്ങൾ അന്ന് അവിടെ പോയി നിറച്ചാള് എന്ന് വെച്ചാൽ തിക്കും തിരക്കും അത്രയ്ക്ക് ആളുണ്ട്. എന്നിട്ട് നമ്മളെ അവിടെ 1 മണിക്കൂർ പിടിച്ചിരുത്തി എന്തൊക്കെയോ ഹോളിഡേ പാക്കേജസും അത് ഇത് ഇത്ര രൂപ തന്നാൽ മതി, നിങ്ങൾക്ക് അവിടെ പോയി ഇവിടെ പോകാം. അപ്പോഴേ നമ്മൾ എണീറ്റ് പോകാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവസാനം ഒരു ഐസ്ക്രീം ബൗളിന്റെ സെറ്റും തന്ന് നമ്മളെ വിട്ട്. പിറ്റേ ദിവസം തന്നെ അതിന്റെ അടുത്ത ആഴ്ച എങ്ങാണ്ട് എനിക്ക് ചെറിയ പനി. അപ്പൊ പനി വന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഓഫീസിൽ പോയില്ല, ഓഫീസിൽ പോയില്ല, ഞാൻ വീട്ടിലിരിക്കുവാണ്. അപ്പം ബിജു പോയിട്ട് 2ാമത്തെ ദിവസം കണ്ടായപ്പം ബിജു വീട്ടിൽ തിരിച്ചു വരുന്ന വഴിക്ക് ബിജു വന്നിട്ട് ആദ്യം എങ്ങനെയുണ്ട്, പനി എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട്, അപ്പൊ ഞാനിങ്ങനെ TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ ബിജു ഈ ലൈറ്റിന്റെ ഇതില് ഇവിടെ എങ്ങാണ്ട് ഒരു പാട് കണ്ട് എൻ്റെ ഇവിടെ. അപ്പോൾ ബിജു ചോദിച്ചു ഇത് എന്തുവാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്തുവായാലും വല്ല കൊതു കടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലല്ല എന്തോ പ്രശ്നമുണ്ട്. ബിജു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ണില്ല. അപ്പം ഇവിടെ എന്തോ ഉണ്ട്, പ്രശ്നമുണ്ട്, ഇവിടെ എന്തോ തള്ളി ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ ഒരു മുഴച്ച പോലെ ഇരിക്കുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു എന്തോന്നിനാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, എന്താ കാര്യം, പനിയാണെ ഒട്ടും സീരിയസ് അല്ലാത്തൊരു പനി, ജസ്റ്റ് ഒരു ദേഹം വേദന പോലെ വന്നു, അതുകൊണ്ട് ഞാൻ ലീവ് എന്തായാലും ഉണ്ട്, അങ്ങനെ ലീവ് എടുത്തു. പക്ഷെ ബിജു പറഞ്ഞു അല്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ പിറ്റേന്ന് തന്നെ ബിജുവും ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ബിന്ദു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ ഇത് റുബെല്ലയാണെന്നാണ് തോന്നുന്നത്, നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ
എനിക്കൊന്ന് മെട്രോയിലോ ട്രാവൻകൂർ സ്കാൻസിലോ എങ്ങാണ്ട് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്താൽ 1 ദിവസമോ 2 ദിവസം കണ്ട് കഴിഞ്ഞാൽ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനല്ല ഇത്ര സീരിയസ് സാധനം ഇതെന്താ ഈ റുബെല്ല ഒന്ന് നോക്കണമല്ലോ. എന്നാൽ അന്ന് ഇന്റർനെറ്റ് ഒക്കെ പയ്യെ നമുക്ക് ആയി വരുവാണ്. നമ്മളെപ്പോഴും ഡയലപ്പ് കണക്ഷൻ തന്നെയാണ്, നെറ്റ് കണക്ഷനൊന്നും നമ്മൾ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, നെറ്റ് കണക്ഷനൊന്നും എടുത്തിട്ടില്ല, ഡയലപ്പ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ അല്ല, ഡയലപ്പ് അല്ല, നമ്മൾ മറ്റേ മൊബൈലിൽ മറ്റേ ടാറ്റ ഡോകോമോ എന്നൊക്കെ പറയുന്ന ഡോങ്കിളൊക്കെ ഉള്ള സമയമാണ്. ഡോങ്കിള് അതായത് ടാറ്റ ഡോകോമോയുടെ ഇങ്ങനത്തെ USB പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഡോങ്കിൾ കണക്ട് ചെയ്ത് നമുക്ക് നെറ്റ് എടുക്കാം. ആ ഡോങ്കിളൊക്കെ ഉള്ള സമയമാണേ. അപ്പൊ ഞാനിങ്ങനെ നെറ്റിൽ തപ്പി നോക്കും എന്താ ഈ റുബെല്ല. അന്നോട്ടേ ഈ തപ്പലിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ അന്ന് റുബെല്ല എന്താണ്, റുബെല്ല ഓക്കെ, റുബെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ മീസിൽസ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ്, പ്രഗ്നൻസി ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം കാണും. ഒന്നെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ണ് കാണില്ല, കാഴ്ച ഉണ്ടാവില്ല, കേൾവി ഉണ്ടാവത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു അംഗവൈകല്യത്തോടെ ആയിരിക്കും കൊച്ചു ജനിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ കാതൽ. അപ്പൊ അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എല്ലാം ഇങ്ങനെ ചെകഞ്ഞൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങ് ആകെ ഡെസ്പായി. പിന്നെ ഞാൻ ഓഫീസിൽ പോയി. എനിക്ക് തോന്നുന്നു പിറ്റേന്ന് ഞാൻ ഓഫീസിൽ പോയി. കാരണം വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ഇരിക്കുമ്പം എന്തോ ആരോ മരിച്ച ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ ഓഫീസിൽ പോയി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ലീവ് എടുത്തെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം ഞാൻ ലീവ് എടുക്കുമോ, പിറ്റേ ദിവസം ശനിയാഴ്ചയോ എങ്ങാണ്ടായിരുന്നു, അങ്ങനെ ശനിയാഴ്ചയോ എങ്ങാണ്ട്. അപ്പം അന്നും ബിജു ഓഫീസിൽ പോയപ്പോൾ ബിജു പറഞ്ഞു ഞാൻ വന്നിട്ട് പോയാൽ മതി, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ട് വന്നു എന്ന് ട്രാവൻകൂർ സ്കാൻസിൽ നിന്ന് വിളിച്ച് ഉച്ചയ്ക്ക് എങ്ങാണ്ടാണ് വിളിച്ച് കേൾക്കുന്നത്. ഞാൻ അപ്പം തന്നെ, എനിക്കൊന്ന് ഓഫീസിൽ നിന്നാന്ന് തോന്നുന്നു, ഞാൻ അപ്പം തന്നെ ഇറങ്ങി ട്രാവൻകൂർ സ്കാൻസിൽ പോയി റിസൾട്ട് മേടിച്ചു. എന്നിട്ട് ഡോക്ടറെ കാണല്ലോ. റിസൾട്ട് കണ്ടപ്പോൾ അത് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കൂടുതൽ എനിക്കൊന്നും മനസ്സിലാക്കാനില്ല, പോസിറ്റീവാണ്, അതായത് റുബെല്ല ആയിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ബിജു പറഞ്ഞു നമുക്ക് നാളെ പോകാം, എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല എന്ന് ബിജു പറയുന്നു. ഞാൻ തിരിച്ചു വരുന്നത്, അന്നേരം ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തു വണ്ടിയുടെ. കാരണം ബിജുവും പോകാൻ അങ്ങാണ്ടിരിക്കുവോ അങ്ങനെ എങ്ങാണ്ടാണ്. അന്നേരം 6 മാസം ആയല്ലോ. യെസ്. അപ്പം ഞാൻ കാർ ഓടിക്കും ആ സമയത്ത്, 6-ാം മാസം ഓടിക്കും. അപ്പം ഞാൻ കാറും എടുത്ത് ഞാനിങ്ങനെ തിരിച്ചു വരുന്നു. ബിജു അന്നേരം പയ്യെ ബൈക്കിൽ ആണ് പോയിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. കാരണം എനിക്ക് താമസിച്ച് ഈ റുബെല്ല വന്നതിന് ശേഷം അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നിങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ അസുഖം വന്നത്, എവിടുന്നാണ് ഈ പനി, എവിടുന്നാണ് ഈ വൃത്തികെട്ട പനി വന്നതെന്നുള്ളതായിരുന്നു. അപ്പം അതിനുശേഷം അമ്മച്ചിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ ആയിട്ട് അമ്മച്ചി പറഞ്ഞു ഞാൻ ഫുഡ് തരും, നീ അതൊക്കെ കഴിച്ച് പയ്യെ പോയാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചുകൊണ്ട് ബിജു പറഞ്ഞു ബിജു ബൈക്കിൽ പോകും, ദീപ പയ്യെ കാർ എടുത്ത് വന്നാൽ മതി. അന്നേരം എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് പേര് ഞാൻ മറന്നുപോയി, ഒരു പയ്യനുണ്ട് എൻ്റെ കൂടെ വരാനായിട്ട്. പേര് മറന്നുപോയി, സുല ആ പയ്യന് ഒരു സിനി ആക്ടർ, മറ്റേ സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു കുട്ടീനെയാണ് കല്യാണം കഴിച്ചത്, ശ്രീലാഷ്. എനിക്കൊന്ന് അന്നേ ഉണ്ടെന്ന് തോന്നുന്നു ശ്രീലാഷ് എൻ്റെ കൂടെ വണ്ടി പോകുമ്പം എൻ്റെ കൂടെ. ഞാൻ ശ്രീലാഷിനെ എനിക്ക് തോന്നുന്നു ഞാൻ പേരൊന്നും എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. കണ്ണമൂല കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ശ്രീലാഷിനെ പിക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് ഇപ്പോഴാണോ അതോ ഡെലിവറിക്ക് ശേഷമായിരുന്നോ ഞാൻ പിക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. അപ്പം എന്തായാലും ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്ന് വണ്ടി എടുത്ത് വന്ന് ട്രാവൻകൂർ സ്കാൻസിൽ നിന്ന് റിസൾട്ട് മേടിച്ച് ഞാൻ അവിടെ നേരെ അമ്മച്ചിയുടെ അവിടെ പോയിട്ട് അച്ചാച്ചി മാത്രമേ ഉള്ളൂ. അപ്പം അമ്മച്ചി എടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് സീരിയസ്നെസ് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഏതാണ്ട് എനിക്ക് മനസ്സിലായി ഓക്കെ സംഭവം. അപ്പം ഇനി എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിങ്ങനെയാണ്, കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ മനസ്സിലായുള്ളൂ. അപ്പം ഇതിനെന്താ ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അച്ചാച്ചിനെ വിളിച്ചോണ്ട് പോവാണ് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ ബിജു പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിത് എത്രയും പെട്ടെന്ന് അറിയണം. ഞാൻ അച്ചാച്ചിനെ വിളിച്ചോണ്ട് പോവാം. അപ്പം ഞാൻ അച്ചാച്ചിനെ വിളിച്ചോണ്ട് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ചെന്ന് കണ്ടു. അപ്പം ഡോക്ടർക്ക് റിസൾട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഓക്കെ ദീപ റുബെല്ലയാണ്, അപ്പം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, ഞാനത് എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും എന്നോട് ചോദിച്ചൊന്നുമില്ല. ഡോക്ടർ ഓക്കെ ഇത് അബോർഷന് വേണ്ടിയിട്ട് എഴുതുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോന്നാണ് ഈ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ആ വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ടെർമിനേറ്റ് ചെയ്യാം, എന്ത് ടെർമിനേറ്റ് ചെയ്യാന്നേ പറയുന്നത്? നമുക്കത് റിസ്ക് ആണ് ദീപ, ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 6 months ആയി, ഇനിയോ? അത് പറ്റത്തില്ല, ഇത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്, റുബെല്ല വന്നു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കരച്ചിലൊന്നും അല്ല വരുന്നത്, എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി എല്ലാം ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചിന്തിച്ച റുബെല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതിന് ഇനി എന്ത് സൊല്യൂഷൻ എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇതിനകത്ത് ടെർമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുമെന്ന് ഞാൻ എവിടെയും വായിച്ചുമില്ല, ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ
എനിക്ക് പറ്റത്തില്ല, അതങ്ങനെ ശരിയാവും എന്നൊക്കെ ഞാനിങ്ങനെ പറയാം. എന്നിട്ട് അച്ചാച്ചിയുടെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അച്ചാച്ചിനെ നോക്കുമ്പോൾ അച്ചാച്ചി മറ്റേ ഒരു വികാരവും ഇല്ലാത്ത കണക്ക് ഒരാൾ. അച്ചാച്ചിക്കും ഇംഗ്ലീഷ് വാക്കാണ് ടെർമിനേഷൻ, എന്ത് സംഭവമാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അച്ചാച്ചി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ അച്ചാച്ചിയോട് കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പോയില്ല. അച്ചാച്ചിക്ക് ഇനി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, അച്ചാച്ചിനെ മനസ്സിലാക്കി പിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇനി എന്തോ മനസ്സിലാക്കി, അച്ചാച്ചി മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. സോ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ആലോചിക്കണം, അത് പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചൂടാവാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ദീപ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറ്റ് യുവർ ഓൺ റിസ്ക് ആണ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ നമ്മുടെ ഇതിൽ അതായത് കാത്തലിക്സ് ഈ അബോഷനെതിരാണ്, നമ്മൾ പ്രോ ലൈഫിൻ്റെ ആൾക്കാരാണ്, ഒന്നത് അങ്ങനത്തെ കുറെ വാല്യൂസ് എൻ്റെ ഉണ്ട്. പിന്നെ ഞാനിതിങ്ങനെ എണ്ണിപ്പെറുക്കി, അതായത് ഓരോ ഡേറ്റും എണ്ണിപ്പെറുക്കി, ഈ സിക്സ്ത് മന്ത് ആയി, അപ്പോൾ 9 മന്ത് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡെലിവറിയാണ്, കൊച്ചിന് ഡ്രസ്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി സമ്മതിക്കുന്നില്ല, നേരത്തെ ഒന്നും ഡ്രസ്സ് മേടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിനെ കിട്ടണം, ഡ്രസ്സ് ഇടിപ്പിക്കണം, കൊണ്ടു നടക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മളിവിടം വരെ എണ്ണി ചുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പറയാണ് ഓക്കെ ടെർമിനേറ്റ്, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്ത പേഷ്യൻ്റ് കയറണം. സോ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം, എനിക്ക് കാര്യം മനസ്സിലായി, ഓക്കെ നിങ്ങൾ പോയി ചിന്തിക്കാൻ പറഞ്ഞു. അപ്പം കാരണം ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ കല്യാണത്തിന് മുന്നേ ഒരു 3 days കോഴ്സ് ഉണ്ടല്ലോ, നമുക്ക് പോയിട്ട് ധ്യാനം കൂടൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പം അതിന് പോയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ എടുത്ത് പറഞ്ഞാണ് നമ്മുടെ കൺസെപ്റ്റിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ആ വാല്യൂസ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. നമ്മുടെ അതായത് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്, ആ കുഞ്ഞിന് ഒരു ചോയ്സ് ഇല്ല, നമ്മുടെ ചോയ്സ്, എൻ്റെ ചോയ്സാണ്, ഞാൻ അതിനെ വരുത്തണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് അവർ പറഞ്ഞത് എൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. അത് പോരാണ്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ എണ്ണി ഇരിക്കുവാണ്. അതായത് ഞാൻ അമ്മച്ചിടത്ത് എപ്പോഴും പറയും ഓക്കെ ഇനി ഇത്ര വീക്സും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങി, അച്ചാച്ചിയും പുറത്തിറങ്ങി. അച്ചാച്ചി ഇങ്ങനെ കൈയൊക്കെ കെട്ടി എന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല അച്ചാച്ചിക്ക്. അപ്പം ഞാൻ അച്ചാച്ചി അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അന്നേരം ബിജുവിനെ വിളിച്ചു. അപ്പോൾ ബിജു ഒന്നും മിണ്ടിയില്ല. ബിജുവിനും പെട്ടെന്ന് ബിജു റുബല്ലയുടെ ഇന്നെ പ്രശ്നമൊക്കെയാന്ന് പറഞ്ഞിട്ടും ബിജുവിന് അതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബിജുവും സ്റ്റക്കായിട്ട് ബിജു പറഞ്ഞ് ബിജു പറഞ്ഞ് ഞാൻ ഇതാ വരുന്നു, വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞ് ബിജു അപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അത് സമയം എന്ന് പറഞ്ഞാൽ ഒരു 4 മണി 5 മണി സമയമാണേ, 3-4 മണി. അപ്പം ബിജു ഇങ്ങനെ വരുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അപ്പം തന്നെ തിരിച്ച് കയറിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത പേഷ്യൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കയറിയിട്ട് പറഞ്ഞു ഡോക്ടർ ഞാനിത് കണ്ടിന്യൂ ചെയ്യുവാന്ന്, എനിക്ക് ഇപ്പം TT എന്തോ എടുക്കണം, എന്തോ ഒരു സംഭവം എടുക്കുക, 7ാം മാസത്തിൽ എന്തോ ഒരു TTയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, 9ാം മാസത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് TT എടുക്കണം, അതിനുള്ള എഴുതിത്തരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ദീപ ഇതൊന്നും കൂടെ ചിന്തിക്കണം, ഒരു കാര്യം ചെയ്യും, ബിജുവിൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി, അപ്പം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം ഡോക്ടർ പിന്നെയും പറഞ്ഞു ദീപ ഞാൻ പറഞ്ഞു എനിക്കിനി ആരുമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അന്നേരമൊന്നും ഞാൻ കരയുന്നൊന്നുമില്ല, നമ്മൾ ഭയങ്കര ഇങ്ങനെ എന്താ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ പോയി TT ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഞാൻ അച്ചാച്ചിയും കൂടെ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് തന്നെ ബിജുവും അവിടെ എത്തി. അപ്പോൾ പിന്നെ ബിജു വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നു, ബിജുവിൻ്റെ മൂത്ത പെങ്ങള് സിസ്റ്ററാണ്, മൂത്ത പെങ്ങളും 2ാമത്തെ പെങ്ങളും 3ാമത്തെ പെങ്ങളും ഒക്കെ നേഴ്സുമാരാണ്. അപ്പോൾ ഇവർ അവിടെ വിളിച്ച് പറയുന്നു, ഇവിടെ വിളിച്ച് പറയുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് അച്ചാച്ചിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം അമ്മച്ചി ഇരുന്ന് കരയുന്നു. എനിക്ക് കരയണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ആലോചനയിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ദീപ്തി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞു, അയ്യോ പിന്നെ ഞാൻ മറന്നുപോയി. അവൾ എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ കരയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഒരു ഓക്കെ ഞാൻ എൻ്റെ തീരുമാനം ഇതാണ്. അപ്പം എനിക്കിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ആരെങ്കിലും ഒന്ന് നീ മുന്നോട്ട് പൊക്കോ എന്ന് പറയണം. അതാരും പറയുന്നില്ല. അതായത് ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ്. അപ്പോൾ ബിജു ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്നും പറയുന്നില്ല, വേണ്ടെന്നും പറയുന്നില്ല. ബിജു പറയുന്നത് ഓക്കെ നീ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ നീ എന്തിനാണ് വേറൊരാളുടെ അപ്രൂവൽ നോക്കുന്നത്. അപ്പോഴും എനിക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറയണം നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് എനിക്കൊരു സമാധാനം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വേണം. അതെനിക്ക് കിട്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. ബിജു ആണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല ഇൻ ദ സെൻസ് ബിജുവിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ബിജുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആരോ ഒരാൾ പറഞ്ഞ് നിങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ വിളിച്ച് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും മിണ്ടില്ല, ഞാനതവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാച്ചി ഒന്നും മിണ്ടുന്നില്ല. അമ്മച്ചിക്ക്
അമ്മച്ചിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. അമ്മച്ചി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മേ ബി ചെയ്തു തരും. പക്ഷെ എനിക്ക് അന്ന് ഏറ്റവും സമാധാനം തോന്നിയത് ദീപ്തി എൻ്റെ അടുത്ത് വന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞാണ്. പക്ഷെ അത് എന്ത് കാര്യമായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ഈയിടയ്ക്കും കൂടെ ഞാൻ ചോദിച്ചു എന്തുവായിരുന്നു നീ പറഞ്ഞു. അപ്പോൾ അവൾ എന്തോ പറഞ്ഞു, അത് പിന്നെ ഞാൻ മറന്നുപോയി. മറവി ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചി എന്നോട് പെട്ടെന്നൊരു സൊല്യൂഷൻ, അച്ചാച്ചിക്ക് ആകെപ്പാടെ ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം എന്നുള്ളതാണ്. അപ്പം അച്ചാച്ചി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നമ്മൾ തടത്തിലച്ഛനെ പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സമ്മതം നടത്തിയ അച്ഛനാണ് തടത്തിലച്ഛൻ. അപ്പം അച്ഛന് നമ്മളെ നന്നായിട്ട് അറിയാം. നമ്മളും ഒരു വിധപ്പെട്ട എല്ലാ കാര്യത്തിനും ഓടുന്നുണ്ട്. അച്ഛന് ഇങ്ങോട്ടും അങ്ങോട്ടും നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി തളത്തിൽ അച്ഛനെ പോയി കാണാം. അന്ന് ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ഇറങ്ങി ബിജുവും ആയിട്ട് ഞാൻ നേരെ മേടയിൽ പോയി. അപ്പം അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അച്ഛനോട് കയറിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം, ഇതിങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പം അച്ഛൻ പറഞ്ഞില്ല ഒന്നും സംഭവിക്കത്തില്ല, നമുക്ക് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പറ്റുമോ പറ്റത്തില്ലയോ, അതായത് കൊച്ചിന് ഇപ്പം എന്തെങ്കിലും പ്രശ്നം പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ഇത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത്, അതായത് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് പോവാണെന്നൊരു ഡിസിഷൻ എടുത്ത്. അത് ഡിസിഷൻ എടുത്ത് കൊച്ചു പുറത്ത് വന്നു. കൊച്ചു മെൻ്റലി റിട്ടാർഡഡ് ആണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കൊച്ചു എൻ്റെ അടുത്ത് പറയുമോ ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു, നിങ്ങൾക്ക് അന്നേ എന്നെ അബോട്ട് ചെയ്തുകൂടായിരുന്നു, എന്തിനെന്നെ ജനിപ്പിച്ചു എന്നൊരു ചോദ്യം ഈ കൊച്ചെന്നോട് ചോദിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അതിനെന്തായിരിക്കും ഞാൻ ഉത്തരം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അതാണ് എൻ്റെ കൺഫ്യൂഷൻ. കൊച്ചിനിങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, കൊച്ചിനെ നമ്മൾ വളർത്തിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ കൊച്ചു പിന്നെ ചോദിക്കരുത് എന്നെ എന്തിനിങ്ങനെ ജനിപ്പിച്ചു, നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതങ്ങോട്ട് ചോദിച്ചത് അച്ഛൻ ഇതങ്ങോട്ട് കരയാൻ തുടങ്ങി. അച്ഛൻ കരയുന്നു, ഞാനും കരയുന്നു. അപ്പോഴത്തേക്കും ഞാനും കരഞ്ഞു പോയി. അപ്പോൾ ബിജു പുറത്ത് നിൽക്കുകയാണ്, ഞാനും അച്ഛനും മാത്രമാണ് റൂമിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കുറേ നേരം കുത്തിയിരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു ഓക്കെ എനിക്കൊന്ന് കുടമാളൂരോ ഏതോ ഒരു സ്ഥലത്ത്, അതായത് കോട്ടയം കുറൂലങ്ങാടോ ആ ഏരിയയിൽ എങ്ങാണ്ടാണ് ഒരു സിസ്റ്റർ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഫേമസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് പേര് ലിറ്റിൽ ഫ്ലവർന്നോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. സിസ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഹോസ്പിറ്റലിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ സിസ്റ്ററിനെ പോയി കാണുക, ഒരു തീരുമാനം അവർ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നും ആരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും, അതാണ് അവസ്ഥ. അപ്പം അന്നേരം ഏതാണ്ട് വൈകിട്ട് 6 മണി 7 മണി സമയം കണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ സിസ്റ്ററിനെ പോയി കാണാം. അപ്പോൾ ബിജു പറഞ്ഞു എന്നാൽ നമുക്ക് ആദ്യം ചങ്ങനാശ്ശേരി പോയി സ്റ്റേ ചെയ്തിട്ട്, അതായത് ബിജുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് അവിടുന്ന് പിന്നെ രാവിലെ എണീറ്റ് എനിക്ക് 1.5 മണിക്കൂർ യാത്ര അങ്ങനെ കണ്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അങ്ങനെ നമ്മൾ അന്ന് ഈ വീട്ടുകാരെല്ലാം ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു, ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ താണ്ട പോകണം. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്നു. അപ്പോഴൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത്, ദിവസം ചങ്ങനാശ്ശേരി എത്തി രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് എന്തോ കരച്ചിൽ പോലൊക്കെ വന്ന് കുറച്ചു നേരം കരഞ്ഞു. അപ്പോഴും ബിജു പറയുന്നത് എന്തിനാണ് നീ ഇപ്പോൾ ഓൾറെഡി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവിടെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ് ബിജുവിൻ്റെ ക്വസ്റ്റ്യൻ. ബിജു നമ്മൾ എന്ത് പറയുന്നോ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം മേ ബി എനിക്കിപ്പോഴും മനസ്സിലാവുന്ന ബിജുവിന് അങ്ങനെ കംഫർട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഓക്കെ പോട്ടെ, അത് ചുരുക്കം ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കഴിവുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കും ഇല്ലാത്തൊരു കഴിവാണ്. എനിക്കും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് അവരെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ ഞാൻ പഠിച്ചു വരുന്നത്. അല്ലാതെ എനിക്ക് ഒരാൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ മരണ വീട്ടിലൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം മരണ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും കരച്ചിൽ വരത്തില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുന്ന ആളോ അല്ലെങ്കിൽ വിഷമം കാണിക്കാൻ അറിയാവുന്ന ആളല്ല. എൻ്റെ കംപ്ലീറ്റ് എൻ്റെ അകത്തായിരിക്കുന്നത്, ഒരിക്കലും അത് പുറത്ത് വരത്തില്ല. അത് വളരെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം എനിക്ക് ഇവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് മരണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പോകും, കഷ്ടപ്പെട്ട് ഞാൻ പോകും, എന്നിട്ട് അവിടെ പോയി കൈയും കെട്ടി നിൽക്കും. അതാണ്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും ബിജുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ നേരെ സിസ്റ്ററിനെ കാണാൻ പോയി. സിസ്റ്റർ വയറ്റത്ത് എന്തൊക്കെയോ മറ്റേ നമ്മളെ സ്കാൻ ചെയ്യുന്ന സാധനമൊക്കെ വെച്ച് എന്തൊക്കെയോ നോക്കിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ മോളെ 6 മാസം കഴിഞ്ഞു, 7ാം മാസത്തിലേക്ക് കടക്കുവാണ്, ഇപ്പം തന്നെ കണ്ണും മൂക്കും കൈയും എല്ലാം ആയി കഴിഞ്ഞു. സോ ഇനി നീ ഇതിൻ്റെ പേരിൽ പേടിക്കേണ്ട ആവശ്യമില്ല. തീരെ ചെറിയ ഒരു 3 months ഒക്കെ ആയിരുന്ന സമയത്താണ് റുബെല്ല വന്നതെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് പേടിക്കണം. ഇപ്പം നമുക്ക് പോസിബിലിറ്റി ഓഫ് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് നിനക്ക് മുന്നോട്ട് പോകുന്നത് നിന്റെ തീരുമാനം കറക്റ്റ് തന്നെയായിരിക്കും, തമ്പുരാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്പിരിച്വൽ ടച്ച് ഇട്ടാണ് അവർ റിപ്ലൈ തന്നത്. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു. കാരണം ഞാനൊരു സയൻറ്റിഫിക് ഇത് നോക്കിയാണ് അവിടെ പോയത്. പക്ഷെ ഇവർ കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന് സ്പിരിച്വൽ ലെവലിലേക്ക് ആക്കി, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇതിലേക്ക് ആക്കിയിട്ട്
അവിടെ അങ്ങ് നിർത്തി. അപ്പം ഞാൻ ഓക്കെ അവിടെ നിന്ന് പിന്നെ അവിടെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ തന്നെ അടുത്ത് തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ആലോചിക്കായിരുന്നു, ഈ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത്? ആ സമയത്ത് വീട്ടിലെങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ പോരായിരുന്നു. കരച്ചിലൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഈ കംപ്ലീറ്റ് അത് മാറി ഡിസ്ട്രാക്ഷനാണ്. യാത്രയാണല്ലോ അപ്പോൾ ആ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ കുറേ നാളായി യാത്ര ചെയ്തിട്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ബിജുവിൻ്റെ വീട്ടിലോട്ടൊന്നും പോയിട്ട് പോലും ഇല്ല. ഞാൻ തിരിച്ചു വീട്ടിൽ വരുന്ന വഴിക്ക് ആരോ വിളിച്ച വഴിക്ക് പിന്നെയും ഒരു ഡോക്ടറെ കൂടെ പോയി കാണാം എന്നുള്ളതായി തീരുമാനം. നമ്മുടെ പരുത്തിപ്പാറയല്ല, കേശവാസപുരം താഴെയായിട്ട് ഒരു മുസ്ലിം ഒരു ഡോക്ടർ. അപ്പം ആ ഡോക്ടറെ പോയി കണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിലാണ് കൺസൾട്ടേഷൻ. പുള്ളിക്കാരിനെയും അവസാനം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ പോണേ. അപ്പം ഞാനിങ്ങനെ പല ഇടത്ത് പോയി നോക്കിയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരിയാണ് എന്നോട് ചോദിച്ചത്, എന്തിനാണ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തെങ്കിൽ നിങ്ങൾ പിന്നെ മുന്നോട്ട് തന്നെ പോവാം. കോൺസിക്വൻസ് ബെയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പിന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം. പിന്നെ എൻ്റെ അനുഭവത്തിൽ റുബെല്ല വന്നിട്ട് ഒരു പ്രശ്നം ഇല്ലാതെ വന്ന പിള്ളേരുണ്ട്. കാരണം ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ പ്രത്യേകിച്ച് ഇവരുടെ ഈ മതം പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ അബോർഷൻ എന്ന് പറയുന്നത് ഒന്ന് ചെയ്യാൻ അറയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു കണ്ടീഷനിങ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള 2 പേർക്ക് ഈ ഇതുപോലെ റുബെല്ല വന്നിട്ട് കണ്ടിന്യൂ ചെയ്തത് പിള്ളേർക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നൊരു കാര്യം അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു സമാധാനം എനിക്ക് തോന്നി. ഓക്കെ, ഇങ്ങനെ ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായി. പിന്നെ ഞാൻ ഉടനെ തന്നെ ബിന്ദു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ബിജുവിനെയും കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണ്, നിങ്ങൾ പേടിക്കുകയേ വേണ്ട, ഇനി കൊച്ചിന് എന്ത് സംഭവിച്ചാലും ഞാൻ ഡോക്ടറിൻ്റെ പേര് പറയത്തില്ല. അപ്പം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞ അതേ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെയും ഇതിന് പോകണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ബിന്ദു ഡോക്ടറിൻ്റെ അടുത്ത് ഇനി നിങ്ങൾ പോകണ്ട എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവരിലുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവർ വെട്ടി തുറന്ന് കാര്യം പറയും, അല്ലാതെ മറച്ചു വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അതായത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാം എന്നല്ല പറഞ്ഞു. അവർ സ്ട്രെയിറ്റ് ടു ദ ഫേസ് എൻ്റെ അടുത്താണ് പറഞ്ഞു. എനിക്ക് അതാ ഇഷ്ടം. എന്തിനാ മറച്ചു വയ്ക്കുന്നത്? എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റും എന്ന് അവർക്കറിയാം. അവരത് എന്നോട് കറക്റ്റായിട്ട് കാര്യവും പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെ പോകത്തുള്ളൂ. എനിക്ക് അവരിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് തന്നെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ എനിക്ക് മനസ്സിലാവും. അവരും ഓക്കെ ആയി. അപ്പോഴത്തേക്ക് അവരും ഓക്കെ ആയി. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് അച്ചാച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം, എടി നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് അച്ചാച്ചി പള്ളിയിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പം ഞാൻ ഈ പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പള്ളിയിൽ പോകുന്നില്ലായിരുന്നു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പോകുന്നില്ലായിരുന്നു. അപ്പോൾ അച്ചാച്ചി പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇനി തൊട്ട് പള്ളി വരണം. അപ്പോൾ അന്ന് 6 മാസം 7 മാസം ആ ടൈം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. രാവിലെ കുർബാനയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പോവും, മുട്ടുമ്മേൽ നിന്ന് പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും, അങ്ങനെ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ എനിക്ക് വരാൻ പോകുന്ന കൊച്ച് ഇങ്ങനെയാണെന്നോ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ആ ചിന്ത വന്നത് ഡെലിവറി നടന്ന് കൊച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, കൊച്ചിന് കണ്ണ് കാണാൻ പറ്റുമല്ലോ അല്ലേ, കൊച്ചിന് കാത് കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ എന്ന്. അപ്പം സിസ്റ്റർ പറയുവാണ്, എടി ഒരു കുഴപ്പമില്ല കൊച്ചിന് അതായത് അന്ന് സിസ്റ്റേഴ്സാണ് ഡെലിവറി എടുക്കുന്നത്. അന്നൊരു ഹെഡ് നേഴ്സ് ഉണ്ട്, സിസ്റ്റർ കന്യാസ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എടി ഒരു കുഴപ്പമില്ല, നല്ല പൂ പോലുള്ളൊരു കൊച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് മാത്രമാണ് എനിക്ക് പിന്നെ ഒരു ഓർമ്മ വരുന്നത്. അതുവരെ എനിക്ക് ഇങ്ങനൊരു സംഭവം എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ റുബെല്ല ഒക്കെ വന്നതിന് ശേഷം കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 9 മന്ത് ആവാറായ സമയത്ത് നമുക്ക് അവിടുന്ന് മാറാം എന്നൊരു തീരുമാനമായി. നമ്മുടെ ആ വീട്ടിൽ നിന്ന് മാറാം. കാരണം അമ്മച്ചിക്കൊക്കെ ഒരു സംസാരം അമ്മച്ചിക്കൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാടക കൂടുതലാണ്, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നിട്ട് മൊത്തം ദുരന്തങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ ഒരു സൂപ്പർസ്റ്റിഷൻ പരിപാടി അങ്ങോട്ട് തുടങ്ങി. അതായത് അച്ചാച്ചിക്ക് വയ്യാതെ വന്നത്, നിനക്ക് ഈ പ്രശ്നം വന്നതെല്ലാം ഈ നശിച്ച വീട് കാരണമാണ് എന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കാൻ. അപ്പം നമ്മളെന്നാ മാറാം എന്നുള്ള തീരുമാനമായി. അതുപോലെ വാടക കൂടുതലാണ്. അപ്പം അന്ന് എനിക്ക് 9,000 വാടക. അന്ന് 9,000 ഓർത്തോണം, ഒരു 10-17 വർഷം മുമ്പ് 9,000 രൂപയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടായിട്ട് മാറാമെന്ന് തീരുമാനിച്ചു. അതായത് ഞാനും ബിജുവും വേറെ മാറി താമസിക്കും, അച്ചാച്ചിയും അമ്മച്ചിയും വേറെ സെപ്പറേറ്റ് മാറും. അങ്ങനെ ഞങ്ങൾ തന്നെ ഞാനും ബിജുവും കൂടെ അന്വേഷിച്ച് അടുത്തടുത്ത ലൈനിൽ, ഒന്ന് കലാവിഹാർ നഗറിലും ഒന്ന് വികാസ് ലൈനിലുമായിട്ട് 2 വീടുകൾ കണ്ടുപിടിച്ച്, ഞങ്ങളുടെ വീട് ഒരു പാർട്ടി ഒരു ഓണർ താമസിക്കുന്നതിൻ്റെ മുകളിലത്തെ നിലയായിരുന്നു. അവിടെ നമ്മൾ കഷ്ടിച്ചൊരു 2 മാസമാണ് നിന്നത്. 2-3 മാസം. യെസ്, 2-3 മാസം.
പിന്നെ അച്ചാച്ചി അമ്മച്ചിയും വന്ന്. അപ്പം അച്ചാച്ചി അമ്മച്ചിയും ഇങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാൻ ഈ വയറും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരവും ഈ ഷിഫ്റ്റിങ്ങിന് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ കാറിൽ. അന്നേരം ബിജു ഈ സമയത്തൊക്കെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കാറിൽ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കിങ്ങും അൺപാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് ആ രണ്ടാമത് പിന്നെ പോയ ആ വീട്ടിൽ, അത് ഷൈലാൻഡിയുടെ വീടാണ്. ഷൈലാൻഡിയുടെ അനിയൻ്റെ വീടായിരുന്നത്. അപ്പം അവിടെയാണ് ഞങ്ങൾ പിന്നെ കുറേ നാൾ, അതായത് ഒരു 5 വർഷത്തോളം ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പം അവിടെ വെച്ചാണ് എൻ്റെ ഡെലിവറി ഒക്കെ നടക്കുന്നത്. അപ്പം അത് നമ്മളവിടെ പോയി ബിജുവും ഞാനും വേറെ വീടെടുത്തെങ്കിലും അവിടെ ഞാൻ താമസിക്കുന്നില്ല. കാരണം ഞാൻ കംപ്ലീറ്റ് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കുമെന്നുള്ള അവസ്ഥയിൽ അച്ഛനും അമ്മച്ചിനും കൂടെ തന്നെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ബിജു ആ വീട്ടിലാണ്, വേറെ വീട്ടിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അപ്പോൾ എല്ലാ ദിവസവും ബിജു ഇവിടെ വരും, കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ബിജു അങ്ങ് പോവും. അപ്പം അന്നൊരു ദിവസം എനിക്കെന്തോ എന്നിട്ട് ഞാൻ ലാസ്റ്റ് വരെ ഓഫീസിൽ പോകാമെന്നുള്ളായിരുന്നു. കാരണം എനിക്ക് ആകെ 2 മാസം അങ്ങോട്ട് കഷ്ടിച്ച് എനിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ ഓഫീസിലെ അന്നത്തെ ഇതായിരുന്നു. അപ്പം എനിക്ക് പൈസ വേണം, മെറ്റേണിറ്റി ലീവും വേണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവസാനം വരെ ഞാൻ വയറും വെച്ചുകൊണ്ട് പോയി. പക്ഷേ അവസാനത്തെ മന്തായപ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ നീര് വെച്ച് പ്രഷർ കൂടി, BP അങ്ങ് കയറിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ല, നീ റെസ്റ്റ് എടുക്കണം, ലീവ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 മാസം മെറ്റേണിറ്റി ലീവ് ഉള്ളൂ. അപ്പം എനിക്ക് മാക്സിമം കൊച്ചിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീവ് അവസാനം വരെ കൊണ്ടുപോയി നിന്നത്. അപ്പം എന്നെ എല്ലാവരും ഓഫീസിലെല്ലാവരും കളിയാക്കും, കൊച്ചെ വീട്ടിൽ പോയിരുന്നൂടെ, എന്നിങ്ങനെ നടക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വഴക്കുറയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അവസാനം വരെ പോയിട്ട് ഒരു രക്ഷയില്ല. ഡോക്ടർ പറഞ്ഞു പറ്റൂല, ലീവ് എടുക്കണം. അങ്ങനെ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര കുക്കിംഗ് പരീക്ഷണവും ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ചെട്ടിനാട് ചിക്കൻ കറി, ഏതോ മംഗളം വാരികയിൽ അങ്ങോട്ട് കണ്ട ഒരു ചെട്ടിനാട് ചിക്കൻ കറി, അത് തേങ്ങയൊക്കെ അരച്ച് ചമ്മന്തി പരുവത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി, അത് ഞാൻ ഉണ്ടാക്കി ഞാനത് ബിജുവിനെ കഴിപ്പിച്ചു, വീട്ടുകാരെ കഴിപ്പിച്ചു, ഞാനും നല്ലോണം കഴിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പൗഡർ, അമ്മച്ചി സമ്മതിച്ചില്ല, ഞാൻ പറഞ്ഞു എനിക്ക് പൗഡറും കുഞ്ഞുടുപ്പും അതും ഇതൊക്കെ മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബിജുവിനെയും കൂട്ടിയിട്ട് പോവാണ്. എവിടെ? സാഫല്യം കോംപ്ലക്സ്. നമ്മളിവിടെ പാളയം സാഫല്യം കോംപ്ലക്സിലാണ് അന്ന് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ പാളയം സാഫല്യം കോംപ്ലക്സ് അവിടെ ചെന്ന് ഒരു 3 കുഞ്ഞ് കെട്ടുടുപ്പ് വാങ്ങിച്ച്, പൗഡർ, സോപ്പ് എല്ലാം ചെറിയ ഇത് വാങ്ങിച്ച്, ബാഗ് പ്രിപ്പയർ ചെയ്യണമല്ലോ, ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യണമല്ലോ, അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയുടെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ ഒക്കെ വാങ്ങിച്ച് എല്ലാം വെച്ച് പെട്ടിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം എനിക്ക് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ സാഫല്യം കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ബിജുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ആദ്യമായിട്ട് വന്ന് ഇവിടുന്നാണ് ഐസ്ക്രീം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് പോയി അവിടുന്ന് ഐസ്ക്രീമും കഴിച്ച്, മറ്റേ ഫലൂഡ പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രയാസം. നടക്കുമ്പോൾ എന്തോ നമ്മളിപ്പം മറ്റേ ടോയ്ലറ്റിൽ പോകുന്ന കണക്ക് എനിക്ക് നടക്കാൻ, കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. കാലിങ്ങനെ പോകുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ഇത്ര പ്രയാസം, അതുപോലെ എവിടെയൊക്കെയോ ഉരുണ്ട് കയറിയൊക്കെ വരുന്നത് എന്താ. അപ്പം ഞാൻ വിചാരിച്ചു ചെട്ടിനാട് ചിക്കൻ കറി പണി തന്നതാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ബിജു വീട്ടിൽ പോയി. ഞങ്ങൾ കിടക്കുകയാണ്, ഞാനും ദീപ്തിയാണ് കിടക്കുന്നത്. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകണം, യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഫീലിംഗാണ് വരുന്നത്. അപ്പം എനിക്ക് എണീക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് ബെഡ് മൊത്തം വെള്ളം, വാട്ടർ ലീക്കായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതെന്ത് സംഭവം, ഇതിനും മാത്രം യൂറിനോ, ഇതെന്താ സംഭവം, അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പം അമ്മച്ചിയൊക്കെ ഓടി വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, അന്ന് ഞാനിത് കോരി മാറ്റാനൊക്കെ ശ്രമിക്കും, കാരണം അടുത്ത ബാത്റൂം ഉണ്ട്. അപ്പം അങ്ങോട്ട് ഞാൻ കോരി മാറ്റാനൊക്കെ ശ്രമിക്കുന്നതിനിടയ്ക്ക് അമ്മച്ചിയൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇടി നമുക്ക് പോകാൻ പെട്ടെന്ന്. ഞാൻ എന്ത് സംഭവം ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിന് മുന്നേ തന്നെ ഞാൻ ഈ ഇന്റർനെറ്റ് ഒക്കെ നോക്കി ഡെലിവറി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റഡി ക്ലാസ് എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നും മൊത്തം ഈ ഇന്റർനെറ്റ്. അപ്പം അമ്മച്ചിയൊക്കെ എന്നെ തെറി വിളിക്കാറുണ്ട്, നിനക്ക് വേറെ പണി. അപ്പം അതിൻ്റെ അകത്ത് വീഡിയോ സഹിതം നമുക്ക് ഇതെങ്ങനെയാണ് ഡെലിവറി നടക്കുന്നത്, ഡെലിവറി നടക്കുമ്പോഴത്തേക്ക് ഇവരെന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത്, നോർമൽ ഡെലിവറിക്ക് എങ്ങനെ, സിസേറിയൻ എങ്ങനെ. അപ്പോൾ സിസേറിയൻ എനിക്ക് വേണ്ട, എനിക്ക് നോർമൽ ഡെലിവറി മതി. എല്ലാം വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കീറാനാ, എനിക്ക് പറ്റില്ല, നമുക്ക് നോർമൽ സഹിക്കാം, കുഴപ്പമില്ല എന്നൊരു അപ്രോച്ചൊക്കെ ആയിരുന്നു. അപ്പം നോർമലിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവർ കീറും, ഒരു സൈഡ് കീറിയിട്ട് പിന്നെ സ്റ്റിച്ചിടും. എനിക്ക് പറ്റത്തില്ല, ഇതൊക്കെ എങ്ങനെ ഇവിടം വരെ എത്തുകയും ചെയ്ത് ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ വാട്ടർ പോകുന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം ഞാനല്ല ചെയ്തിട്ട് ഇതിന് മാത്രം എന്തൊക്കെ സംഭവിച്ച്. അപ്പം ഞാനൊരു നൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന ആ നൈറ്റിൽ തന്നെ എന്നെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് ഒച്ചാച്ചി പെട്ടെന്ന് തന്നെ അംബാസഡർ കാർ, അന്ന് ആ കാറ് വളയ്ക്കൽ ഒരു വലിയ പണിയാണ്.
കാരണം ഒരു ചെറിയ ഗേറ്റും അതിനകത്ത് 2 വണ്ടിയും, ഈ വണ്ടി തിരിച്ചും മറിച്ചും വേണം, ഒരു 2-3 റിവേഴ്സ് എടുത്താലേ വണ്ടി തിരിക്കത്തുള്ളൂ. അവസാനം ചേച്ചി വരുമ്പോൾ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് ബിജുവിനെ വിളിച്ചപ്പോൾ ബിജുവിൻ്റെ സാൻഡ്രോ എടുത്ത് ഓടിച്ചാടി വന്ന്. അപ്പോൾ ഞാൻ അന്നേരം അച്ചാച്ചിയുടെ കൂടെ വണ്ടി കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 മണി ഏതാണ് 2 മണിക്ക് 2:30 എങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു 3 മണിയൊക്കെ ഇപ്പോൾ നമ്മൾ ആനി നഴ്സിംഗ് ഹോമിൽ തന്നെ എത്തി. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ പിടിച്ച്, അപ്പോൾ ഞാൻ വളരെ കൂളാണ്, നമുക്ക് പെയിനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, രാത്രി 3 മണിക്കൊന്നും പെയിനൊന്നും ഇല്ല, ജസ്റ്റ് ഈ വെള്ളം പോയി. അപ്പോൾ ഡോക്ടറില്ല, അന്നേരം സിസ്റ്റർ അമ്മച്ചിയോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വയറിങ്ങനെ ഉരുണ്ട് കയറുന്നുണ്ടായിരുന്നു, അത് ഗ്യാസാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ മോളെ അത് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നെന്നാണ് ഇവർ പറയുന്നത്, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. നമ്മൾ നോക്കുമ്പം ചെട്ടിനാട് ചിക്കൻ കറിയുടെ പ്രശ്നമാണ്. എനിവേ എന്നിട്ട് രാവിലെ ഒരു 9 മണിയായിട്ടും ഇവർ മനുഷ്യനെയൊക്കെ ഇങ്ങനെ കിടത്തിയേക്കുന്നല്ലാതെ എനിക്ക് പെയിനൊന്നും ഇല്ല. അല്ല 9 മണിയല്ല, രാവിലെ ഡോക്ടർ 6 മണി ആയപ്പോൾ എങ്ങാണ്ട് വന്നു, ബിന്ദു ഡോക്ടർ. എന്നിട്ട് പറഞ്ഞു ഓക്കെ വേദനയുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേദനയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ എന്നെ പ്രിപ്പയർ ചെയ്ത് കിടത്തിയേക്കുവാ. അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇൻഡ്യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് ഒരു 7:30 തുടങ്ങി. എനിക്ക് തോന്നുന്നു 8 മണി 9 മണി ആയപ്പോഴത്തേക്കും നല്ലോണം പെയിനായി. 9:30 ആയപ്പം ഡെലിവറി കഴിഞ്ഞു. കാരണം കൊച്ചു പൂച്ചക്കുഞ്ഞായിരുന്നു, 2.5 കിലോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനൊന്നും കഴിക്കുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബിജു എപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും, ഈ ദീപ ഉണ്ടല്ലോ ഒന്നും കഴിക്കത്തില്ല, എപ്പോഴും ചോറും പയറും അച്ചാറും മാത്രമേ കഴിക്കത്തുള്ളൂ, ചോറും പയറും അച്ചാറും, അതായത് ചെറുപയറും ചോറും അച്ചാറും ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ഒന്നും കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ഉടനെ ഡോക്ടർ പറയാം ഓക്കെ ചോറ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഉണ്ട്, പയറ്, പിന്നെ ഫാറ്റ് അച്ചാറും കിട്ടുന്നുണ്ടല്ലോ, മതി കഴിച്ചു. അപ്പൊ ബിജു അയ്യോ നമ്മൾ പറഞ്ഞ അബദ്ധമായെന്നുള്ള, അതായത് ഡോക്ടർ സപ്പോർട്ടായിരുന്നു. നമ്മൾ അധികം ഒന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് ആകപ്പാടെ ഓക്കാനം പോലൊക്കെ വന്നിട്ട്, അത് ഭയങ്കര ഓക്കാനം ഛർദിലൊന്നും അല്ല, കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ കഴിച്ചിട്ടും കൊച്ചു 2.5 കിലോ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എളുപ്പം കാര്യം നേടുന്നു. അപ്പം പിന്നെ നമുക്കൊരു റൂമൊക്കെ കിട്ടി, ആ റൂമിലേക്ക് മാറി. പിന്നെ എണീക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ ബ്ലഡൊക്കെ ഇങ്ങനെ പോകുന്നു. അതൊക്കെ കണ്ടിട്ട് ബിജു ഒക്കെ ഇങ്ങനെ തണ്ണും തള്ളി നിൽക്കുന്നു. എന്ത് ചെയ്യണം, ഇതെന്താണ് സംഭവം ഒന്നും അറിയത്തില്ല. ബിജു ശരിക്കും കംപ്ലീറ്റ് ഒരു മറ്റേ കൊച്ചു പിള്ളേർക്ക് എന്താണ് കളിപ്പാട്ടം കിട്ടിയ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാനും കണക്കായിരുന്നു. കാരണം നമുക്കിതെന്തായി കൊച്ചിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് എല്ലാവരും കൊച്ചിനെ എടുത്ത് കൊഞ്ചിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കും, എന്ത് സാധനം ഇത്, നമ്മളെ കൊച്ചിനെ കൊഞ്ചിക്കുന്ന പരിപാടിയേ ഇല്ലായിരുന്നു കേട്ടോ. മൂത്തവളെ ഞാൻ കൊഞ്ചിച്ചിട്ടില്ല. ഒരു സമയം വരെ എനിക്ക് ഇതിനെടുത്ത് ഇങ്ങനെ എന്ത് ചക്ട് ഇങ്ങനൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കും. അപ്പം അമ്മ പറയും എപ്പോഴും, എടി എടുത്തൊന്ന് കൊഞ്ചിക്കടി, നീ സംസാരിക്കടി, എന്നാലേ അത് സംസാരിക്കത്തുള്ളതാണ്. ഞാൻ പറയും ഈ 3 മാസം പോലും ആദ്യത്തെ കൊച്ചിനോട് എന്തോ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. കാരണം നമുക്കിതിനെ ഡീൽ ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ കുളിപ്പിക്കുന്ന എനിക്കൊന്ന് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 3 ദിവസം കണ്ട് അവിടെ നിന്നു, ഹോസ്പിറ്റലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ചിലൊക്കെ മരുന്നൊക്കെ ഇട്ട് തരുന്ന അമ്മച്ചിയായിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് ഹീലായി. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ എണീറ്റ് തെക്കോടെ കോടി നടക്കുക. അപ്പം അമ്മച്ചി പറയുന്നുണ്ട് എൻ്റെ മോളെ സ്റ്റിച്ചുണ്ട്, എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഉന്മേഷമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള മട്ടി അന്നത്തെ ദിവസം ഫുൾ ഓട്ടം ചാട്ടമായിരുന്നു. പിറ്റേന്നായപ്പോഴത്തേക്ക് നടുവേദന, കാലുവേദന, മറ്റേ ശരീരം വേദന, ആകപ്പാടെ കുളിര് കോരുന്ന, ഒരു രക്ഷയില്ല. കൊച്ചിന് പാലില്ല, മനസ്സിലായില്ലേ, കൊച്ചിന് പാലില്ല. പിന്നെ മറ്റേ ശതാവരിയുടെ ഒരു പിങ്ക് ഗുളിയുണ്ടല്ലോ, ആ ഗുളിയെല്ലാം വാരി തിന്നു, ഇഞ്ചക്ഷൻ വെക്കുന്നു, എന്തൊക്കെയായിട്ടും പാലില്ല. എന്തായാലും ആദ്യത്തെ 3 ദിവസം കൊച്ചിന് പാലൊന്നും ഇല്ലായിരുന്നു. ലാക്ടോജൻ കലക്കി കൊടുത്തു. അത് മറ്റേ കിളിക്കുഞ്ഞിന് കൊടുക്കുന്ന കണക്കത്തെ ഇങ്ങനെ കുപ്പി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിനെയൊക്കെ നോക്കി തന്നെ ഞാൻ തളർന്നു. ഇത് വയ്യാണ്ടായി അവസാനം. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ പിന്നെ കൊച്ചിനെ എങ്ങനെ ഉറക്കണം, ഇതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒന്നും അറിയത്തില്ല. പിന്നെ ഈ കൊച്ചിനെ സൈഡിൽ കിടത്തുന്ന സമയത്ത് തന്നെ എനിക്ക് പേടി, ഞാൻ കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്ന ആളാ. അപ്പൊ ഈ കൊച്ചിനെ അവിടെ സൈഡിൽ കിടത്ത് ഞാനെങ്ങനെ കൊച്ചിന്റെ പുറത്തു കൂടെ വന്ന് കിടക്കുവോ, അതൊക്കെയാണ് എൻ്റെ പേടി. അമ്മയ്ക്കും ഭയങ്കര പേടി. അമ്മ ആദ്യത്തെ ദിവസമൊക്കെ അമ്മ എടുത്ത് കിടത്താന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അമ്മച്ചി വിചാരിച്ചു ശരിയാവില്ലല്ലോ, പാല് കൊടുക്കണമല്ലോ. അതൊക്കെ കൊണ്ട് അമ്മയും കൂടെ വന്ന് കിടക്കുവോ, ദീപ്തി കിടക്കുവോ, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പൊ ദീപ്തിക്ക് പരീക്ഷയൊക്കെ നടക്കുന്ന സമയം, അപ്പം കൊച്ചു രാത്രി ആ സമയത്തൊന്നും കൊച്ചു കരച്ചിലൊന്നുമില്ലായിരുന്നു തോന്നുന്നു. കുറെ കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൊച്ചു കരച്ചിലൊക്കെ തുടങ്ങി. എങ്കിലും ഈ രാത്രി ഇത് കണ്ണു തുറന്ന് കിടക്കുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. അപ്പൊ ഇതിനെ നോക്കി നമ്മൾ തളർന്ന്. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ പോയി ഒരു സേവായി പോയി ബുക്ക് ചെയ്തതാണ് എൻ്റെ പ്രസവ ശുശ്രൂഷ. ആദ്യം ഞാൻ മറ്റേ കണ്ടംകുളത്തി അവിടെ പോയി പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അന്നേരം 25,000 രൂപ എങ്ങാണ്ടാണ് ആ പാക്കേജ്. ഞാൻ 25,000 രൂപ അവിടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു സേവായി പോയിട്ട് ഇത് പേര് കൊടുത്തു. അങ്ങനെ
ഒരു സ്ത്രീ വന്ന് എൻ്റെ പൊന്നു അവര് വന്നിട്ട് ഉള്ള സാധനം എല്ലാം മേടിച്ച് ബിജുവിൻ്റെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്ത് ബിജു സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വന്നു, വേദൊക്കെ ഇട്ട് തിളപ്പിച്ച് എന്നെ കുളിപ്പിക്കാൻ കയറ്റി. എൻ്റെ പൊന്നു ഒരു നാടക സാധനം. അവര് എന്ന് ചെയ്യും മറ്റേ രാക്ഷസി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇവരങ്ങോട്ട് ചൂടുവെള്ളം എടുത്തങ്ങോട്ട് തിളച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് ഞാൻ മറ്റേ നമ്മൾ ഈ മറ്റേ പോലീസ് മുറ എന്നൊക്കെ കേൾക്കത്തില്ലേ, അതുപോലെ അവർ നിന്ന് അങ്ങ് ചിരിക്കുക. ഞാൻ അയ്യോ 10 വിളിക്കുമ്പോൾ അവർ നിന്ന് അങ്ങ് ചിരിക്കും. അപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്ക് പൊള്ളിയിട്ട് സഹിക്കാൻ വയ്യ. ഞാൻ എന്നിട്ട് അവരെ പിടിച്ചിട്ട് തള്ളം വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇറങ്ങി പൊക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അവസാനം അമ്മേനെ വിളിച്ച് കുളിക്കുവോ അങ്ങനെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ എന്തോ ഭീകരമായ ഒരു ഇതിന് ശേഷം പിറ്റേ ദിവസം അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് മറ്റേ ബെഡിന്റെ മൂലയ്ക്ക് പോയിരിക്കുവാണേ. ഞാൻ ബിജുവിൻ്റെ അടുത്തൊക്കെ പറയും എനിക്കവരെ കാണണ്ടാവും, അവരെ കൊണ്ടുപോകും. അപ്പൊ അമ്മ പറഞ്ഞു നമ്മൾ പൈസ കൊടുത്തല്ലേ, ഇനിയിപ്പോൾ അവരോട് പോകാൻ പറയത്തില്ല, ഒരിക്കൽ കഴിഞ്ഞാൽ വീട്ടിലെ കാര്യമൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അവരെ അന്നത്തെ ദിവസം വീട്ടിലെ കാര്യമൊക്കെ ചെയ്യിപ്പിച്ച് അവരെ അങ്ങ് പറഞ്ഞു വിട്ട് 2 ദിവസം അവർ വന്നുള്ളൂ. എന്നിട്ട് പിന്നെ അമ്മ തന്നെ ആ വേദവെള്ളം വെച്ചിട്ട് പറ്റുന്ന ചൂടിൽ പിടിപ്പിച്ച് കുളിപ്പിക്കുക ചെയ്തത്. പിന്നെ ഇവര് വന്ന് കൊച്ചിനെ കുളിപ്പിച്ച് കൊച്ചിന്റെ മറ്റേ ഈ ബ്രസ്റ്റ് പിടിച്ച് തിരുമി അവിടെ ഇൻഫെക്ഷനായി, മറ്റേ അത് തള്ളി വരുമോ എന്തോ ചെയ്ത് പൊക്കിളിൽ വെള്ളം വിട്ട് അത് പ്രശ്നമായി. അപ്പോൾ കൊച്ചിന് പ്രശ്നമായി. പിന്നെ എനിക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം പൊള്ളി, മീൻ നമ്മൾ ആ സ്റ്റിച്ചിട്ട ഭാഗം ഉൾപ്പെടെ അങ്ങോട്ട് പൊള്ളി. പിന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വന്നു, ശുഭം. അപ്പം ഞാൻ ആലോചിച്ച് പുല്ല് എന്തിൻ്റെ ആവശ്യത്തിനാണോ എന്നിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വേദ കുളിയുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ല, ഇതൊക്കെ നടുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ബാൻഡേജ് ഒക്കെ, അതൊക്കെ പിന്നീടാണ്, ഇപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ കയറിയിട്ട് എനിക്ക് പിന്നെ വയറിങ്ങനെ ചുറ്റിക്കെട്ടുന്ന പരിപാടിയൊന്നും നടന്നൊന്നുമില്ല. അതൊന്നും അപ്പം നമ്മളൊന്നും ചെയ്തില്ല. വേദ കുളി എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് അമ്മച്ചിയായിട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു 7 ദിവസം അമ്മച്ചി ചെയ്ത്, 7-14 ദിവസം അമ്മച്ചി തന്നെ നല്ലതായിട്ട് ചെയ്ത്. പക്ഷെ ഈ പറയുന്ന പോലെ തിളച്ച വെള്ളത്തിലൊന്നും അല്ല. പിന്നെ മഞ്ഞൾ തേച്ച് കുളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ കൊച്ചിനെ ഒരു മേശ വലിച്ചിട്ട് അതിന്റെ പുറത്തിട്ട് ഞാൻ തന്നെയാണ് കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരുന്നത്. കാരണം അമ്മച്ചിക്ക് കൊച്ചിന്റെ പൊക്കിൾ കൊടി ഇങ്ങനെ മാറാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് അത് തൊടാൻ കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു അമ്മച്ചിയുടെ. അതുകൊണ്ട് കൊച്ചിനെ കുളിപ്പിക്കുന്ന ഞാൻ തന്നെ. ആ കുളിപ്പിക്കുന്ന സമയത്തുള്ള എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പല ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട്. മറ്റേ അരയ്ക്കുന്ന കല്ല് വെച്ചേക്കുന്ന കെട്ടിയേക്കുന്ന ഭാഗത്തിട്ട് കുളിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പൊക്കമുള്ള എന്തെങ്കിലും കസേര മേശയൊക്കെ എടുത്തിട്ട് അതിന്റെ പുറത്തിട്ട് കുളിപ്പിക്കുമായിരുന്നു. കുനിയാൻ എനിക്കും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിന്റെ തുണി കഴുകുന്നത്, അന്നൊന്നും നമ്മൾ ഈ ഡയപ്പറൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ കംപ്ലീറ്റ് തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തൊരു മെനക്കെട്ട പരിപാടിയായിരുന്നത്. അപ്പം ആദ്യമൊക്കെ അമ്മ ആണ് കഴുകിക്കൊണ്ടിരുന്നത്. ഒരു 3-ാം മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനാണ് പിന്നെ പോയി കഴുകിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മ ഇങ്ങനെ പറയും എനിക്ക് എന്നാൽ നമുക്കൊരു ജോലിക്കാരിനെ വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിനെ വെച്ചതിൻ്റെ പോരല്ലേ, മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വയ്യല്ലോ. അപ്പം പിന്നെ ഞാൻ പയ്യെ ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുവരെ ഞാൻ തന്നെ തുണിയൊക്കെ കുത്തിയിരുന്ന് കഴുകി മനുഷ്യൻ്റെ ഇടപാട് തീർന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ 2ാമത്തെ ആനിയുടെ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഫൈബ്രോമയാൽജിയും കൂടി ഉണ്ട്. അപ്പം അന്നേരം അമ്മയ്ക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കൊച്ചു ജനിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെ പിടിച്ച് ഡയപ്പറിനകത്ത് ഇട്ടു. അത് പിന്നെ എനിക്ക് തോന്നുന്നു 3-4 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 5 വയസ്സ് വരെയൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഡയപ്പർ മാറ്റുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി. കാരണം എനിക്ക് വയ്യാതായി, എനിക്ക് കൊച്ചിനെ എടുക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെയാണ് ഈ തുണി മാറി. അപ്പോൾ കൊച്ചിൻ്റെ അവിടെ പൊട്ടുമൊക്കെ ചെയ്തായിരുന്നു ആനിയുടെ ടൈമിൽ. അന്നയുടെ ടൈമിൽ അങ്ങനെയൊന്നും ഇല്ല. അത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ നോക്കി ക്രീമും ഒക്കെ ഇട്ട് സെറ്റാക്കി ഒക്കെയാണ് പൊക്കൊണ്ടിരുന്നത്. സമയമായോ എന്നുള്ള സമയമായി. പിന്നെ അവിടെ വെച്ച് അവളുടെ മാമോദീസ, അന്നയുടെ മാമോദീസ നടക്കുന്നത്, മാമോദീസയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ വീഡിയോസ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. മാമോദീസയൊക്കെ കഴിയുന്നു. പിന്നെ മാമോദീസ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയിട്ട് ഞാൻ അപ്പം നമുക്ക് കഷ്ടിച്ച് 2.5 മാസമാണ് കൊച്ചിന് പാൽ കൊടുക്കാനായിട്ട് പറ്റിയത്. അപ്പം ഓഫീസിൽ പോയ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ബൈക്ക് എടുത്ത് പോയിട്ട്, ബൈക്കിലോ കാറിലാണെന്ന് തോന്നുന്നു, കാറിൽ പോയിട്ട് ഞാൻ ഉച്ച സമയം ആകുമ്പോഴത്തേക്ക്, അതായത് രാവിലെ 9 മണിക്ക് അങ്ങോട്ട് പോയിട്ട് ഞാനൊരു ഉച്ച 1 മണി ആകുമ്പോഴത്തേക്കും ചോറുണ്ണാൻ ഇങ്ങനെ തിരിച്ചു വരും വീട്ടിൽ. 15 കിലോമീറ്റർ തിരിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് കൊച്ചിന് പാൽ കൊടുക്കാൻ നോക്കും. പാൽ ഇവളെ തൊട്ട് പോലും നോക്കത്തില്ല. കാരണം അതിൽ ലാക്ടേജൻ കിട്ടി രസം പിടിച്ചു പോയി, അത് നമുക്ക് വേണ്ട. അങ്ങനെ അന്നക്കുട്ടി ആകെപ്പാടെ 2.5 മാസമേ പാൽ കുടിച്ചിട്ടുള്ളൂ. പിന്നെ രാത്രി മാത്രം. അതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിന്നു. കാരണം എനിക്ക് ഓഫീസിൽ നിന്ന് അന്ന് നമുക്ക് 4 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ പുള്ളി സത്യം പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കുത്തിയിരുത്തിപ്പിക്കും. അതായത് ഞാൻ 6-7 മണിയാകുമ്പോൾ എല്ലാം പൂട്ടിക്കെട്ടി ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ചുമ്മാ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം പാല് പോവാണ് നമ്മുടെ. അപ്പം നമ്മൾ പാഡൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പാല് പോയി നിറഞ്ഞ അതിൻ്റെ ടൈമായി. ഇങ്ങനെ വിടത്തും ഇല്ല മനുഷ്യന്. അതിന് ഞാൻ നോക്കുമ്പം
പുള്ളി നമ്മൾ രണ്ടും ഡിസ്കഷൻ ഇരിക്കുക, ഞാൻ ഇപ്പുറത്തെ സെറ്റിയിൽ ഇരിക്കുന്നു, അങ്ങേരെ ആ സെറ്റിയിൽ ഇരുന്ന് അവിടെ ഇരുന്ന് അങ്ങേരെ ഉറങ്ങും. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു. അവസാനം പിന്നെ ഞാൻ എന്ത് ചെയ്തു, വൈകിട്ട് 6:30 ആകുമ്പോഴത്തേക്കും ബാഗും സാധനങ്ങളും ചോറ്റുപാത്രം ഉൾപ്പെടെ ഞാൻ കൊണ്ടുപോയി വണ്ടിക്കകത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഒന്നും അറിയാതെ നമുക്ക് ഫോണും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ആ വഴി ബൈക്ക് എടുത്തിട്ട് അങ്ങ് പോകും. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെയായി ഞാൻ പെട്ടെന്ന് പുറത്ത് ഇറങ്ങിയായിരുന്നു. കാരണം കൊച്ചിന് വൈകിട്ട് എന്തെങ്കിലും ഇച്ചിരി പാൽ കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കൂല. പിന്നെ എന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞോണ്ട്, ഏതാണ്ട് അവിടെ എന്തോ പ്രോജക്റ്റ് താറുമാറായെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത്. ഒന്നുമില്ലായിരുന്നു, ഒരു പ്രോജക്റ്റ് ഇല്ല. ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് 1-2 മാസം വെറുതെ ഇരിക്കുമായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും മാത്രം മെയിൻ പ്രോജക്റ്റിലോട്ട് ഇടാതെ വെറുതെ വട്ടന്നിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ ഡെലിവറി, അതായത് പ്രഗ്നന്റ് ആണെന്നുള്ളത് ഞാൻ ഓഫീസിൽ പറഞ്ഞില്ലായിരുന്നു ആദ്യം. അതായത് നമുക്കവിടെ അപ്രൈസിലൊക്കെ നടക്കുന്ന സമയമാണ്. അപ്രൈസിൽ നടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പ്രഗ്നന്റ് ആണ്, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ആരെങ്കിലും പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പതുക്കനെ നമ്മുടെ ഹൈക്ക് അങ്ങോട്ട് കുറയ്ക്കും. അപ്പം ആ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല പണി ചെയ്തിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു 4 മാസം വരെ എങ്ങാണ്ടല്ല, ഏപ്രിൽ ഫെബ്രുവരിയിലാണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അവസാനം വരെ ഞാൻ കടിച്ചു പിടിച്ച് നിന്ന്. എനിക്ക് അന്നേരം ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഒരു ഓക്കാനം പോലെ വരും. പക്ഷെ അത് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഓഫീസിൽ ആകെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രോജക്ട് ലീഡറിന് മാത്രം അറിയാം. എനിക്കൊന്ന് രാജേഷാന്ന് തോന്നുന്നു, രാജേഷിന് മാത്രം അറിയാം. രാജേഷിനോട് മാത്രം ബിജു പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രഗ്നന്റ് ആണ്, രാജേഷേട്ടാ നോക്കിക്കോണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണേന്ന് പറഞ്ഞ് അവർ ഫ്രണ്ട്സാണ്. അപ്പം രാജേഷ് ഓക്കെ ശരി, ആരോടും പറഞ്ഞൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഓക്കാനം പോലെ വന്നിട്ട് ഞാൻ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നെല്ലിക്ക കൊണ്ടുപോകും. എന്നിട്ട് നെല്ലിക്ക ബാഗിലിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ നെല്ലിക്ക കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ടോയ്ലറ്റിൽ പോകുന്ന പോലെ പോയിട്ട് ടോയ്ലറ്റിനകത്ത് കയറിയിരുന്ന് ഞാൻ നെല്ലിക്ക കഴിക്കും. എന്നുവെച്ചാൽ ആ വരുന്ന ഒരു ഓക്കാനം പോലെ വരുന്ന ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഇരുന്ന് ബാത്റൂമിനകത്തിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഒരുവിധം ഏപ്രിലൊക്കെ പിടിച്ചിരുന്ന് ഹൈക്ലേറ്റർ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ വി ആർ പ്രഗ്നന്റ് പറഞ്ഞ് സമാധാനമായിട്ട് ഞാനും ബിജുവും ഒരുമിച്ച് എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ മുഖം മാറി, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അതെന്തായാലും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഓഫീസിൽ കയറിയിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പാട്ട് നോക്കി പോകുന്നു. പിന്നെ അന്നേനെ നോക്കിയത് കംപ്ലീറ്റ് അമ്മച്ചിയാണ്. അമ്മച്ചിയും അച്ചാച്ചിയും കൂടാണ് നോക്കുന്നത്. അന്നേരവും എനിക്ക് ഇവിടെ ഇങ്ങനെ നമുക്കങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നമ്മൾ കൊഞ്ചിക്കലും പിടിക്കലും ഒന്നുമില്ല. രാവിലെ മറ്റേ കുറുക്കൊക്കെ കൊടുക്കും, ഉണ്ടാക്കി വെക്കും, പാല് കാച്ചും, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. ബാക്കി അമ്മച്ചി തന്നെയാണ് ഇവിടെ വളർത്തിയത്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഈ ആദ്യത്തെ ഒരു 3 മാസം ഉണ്ടല്ലോ, ആദ്യത്തെ 3 മാസം ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ, അന്നേരം ബിജുവിന് വിപ്രോയിൽ ജോലി കിട്ടി. ബിജു അങ്ങ് എറണാകുളം പോയി. ഇവള് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ, എനിക്ക് തോന്നുന്നു ഇവള് ജനിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ പോയെന്ന് തോന്നുന്നു. അപ്പം ഈ രാത്രിയൊക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ ഈ കൊച്ചു ഉറങ്ങത്തില്ലല്ലോ. അപ്പം അമ്മച്ചിനെയും അച്ചാച്ചിനെയും ഒന്നും നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റത്തില്ല രാത്രിയിൽ. കാരണം ഇവർക്കൊക്കെ രാത്രിയിൽ ഉറക്കം നിന്ന് കഴിഞ്ഞാൽ രാവിലെ തലകറക്കം. അമ്മയ്ക്ക് വെർട്ടിഗോടെ പ്രശ്നം ഉള്ളതാ, അച്ചാച്ചിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ തന്നെയായിരുന്നു രാത്രി നോക്കണ്ട. അപ്പൊ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അൽഫോൺസാമ്മ സീരിയൽ നടക്കുന്ന സമയമാണ്. അതുപോലെ പിന്നെ മറ്റേ ആ സമയത്ത് തന്നെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, പേരൊക്കെ മറന്നുപോയി. ആ സീരിയലും അൽഫോൺസാമ്മ സീരിയലും ഒക്കെ ഇരുന്ന് കാണലായിരുന്നു. അതായത് രാത്രി ഒന്നും കൂടി ഇത് ടെലികാസ്റ്റ് ചെയ്യും. ഈ വൈകിട്ട് 7:30 കാണിക്കുന്ന സീരിയൽ ഒന്നും കൂടെ രാത്രി 2 മണിക്കൊക്കെ പിന്നെയും വിടും. അപ്പൊ നമ്മൾ രാത്രി ഇതൊക്കെ ഇരുന്ന് സിനിമ ഇങ്ങനെ ഇത് കണ്ട് ഈ കൊച്ചിനെ ഇവിടെ സൈഡിൽ ഇരുത്തി നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ചില ദിവസമൊക്കെ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കൊച്ചിയുടെ കണ്ണെന്ന് തുടങ്ങും. അപ്പം ഞാൻ കൊച്ചിനെ കിടന്നുറങ്ങി എന്തൊക്കെയാണ് ഞാൻ അതിനെ വിളിച്ചിട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവസാനം രാത്രി 11 മണിക്കും 12 മണിക്കും ബിജുവിനെ വിളിക്കും. ഞാൻ പോയി കിടക്കുവാണ് സുഹിച്ച് അല്ലേ, അതാണ് കൊച്ചിനെ ഇതാക്കിയിട്ട് ഇവിടെ കൊച്ചിനെയും കൊണ്ട് ഞാൻ കിടന്ന് പാടുപെടുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് ബിജുവിനെയും കുറേ പേര് വിളിക്കും. എന്തൊരാശ്വാസം. അങ്ങനെയായിരുന്നു ആദ്യത്തെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം രാത്രി കൊച്ചു ഉറങ്ങുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് മാമോദീസയുടെ അന്ന്, മാമോദീസയുടെ തലേന്ന് രാത്രി 10:30 ഈ കൊച്ചു എണീറ്റതാണ്. പിറ്റേന്ന് രാവിലെ അവള് 9 മണി വരെ അവൾ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അവളെയും പിടിച്ചോണ്ടിരുന്നു എനിക്ക് ഭ്രാന്തെടുത്തിട്ട് വയ്യായിരുന്നു. അവസാനം രാവിലെ എങ്ങാണ്ട് 7 മണി എങ്ങാണ്ട് ആയപ്പോൾ ഞാൻ എല്ലാവരും 9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. ചങ്ങനാശ്ശേരി എന്നുള്ള ആൾക്കാരൊക്കെ മാമോദീസയ്ക്ക് വരുന്ന. ഞാൻ പയ്യെ ഇവളെ ദീപ്തിയുടെ എങ്ങാണ്ട് കൈ കൊടുത്തിട്ടാണ് ഞാൻ പോയി കിടന്ന് ഒരു 3/4 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് അന്നത്തെ ചടങ്ങിന് പോകുന്നത്. ആ കണ്ണൊക്കെ വെള്ളറി വെളുത്തിരിക്കുന്ന ആ വീഡിയോയിലുണ്ട്. അപ്പം ഞാനത് ടാഗ് ചെയ്തേക്കാം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ബിജു തിരിച്ചു വരുന്നത് ഇവള് LKG ചേരുന്ന സമയത്താണ്. അപ്പത്തേക്ക് നമ്മൾ അടുത്ത ഒരു വീട്ടിലേക്ക് മാറും. ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ
ഞാനും ബിജുവും കൂടെ നമ്മൾ വേറൊരു വീടെടുത്തെന്ന് പറഞ്ഞില്ലേ, ആ വീട്ടിൽ ഞാനൊരു 2 ആഴ്ച കണ്ട് പോയി അവിടെ പോയി നിന്നായിരുന്നു. അപ്പോൾ ബിജുവിൻ്റെ മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിക്ക് വയ്യാണ്ട് മമ്മി അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഞാനും ഇങ്ങ് തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ ആ വീട് അങ്ങ് വിട്ടു. അതെങ്ങനെ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചിയുടെ ഒരു പരിചയക്കാരനുണ്ട്, AG's ഓഫീസിലുള്ളൊരു പുള്ളിയുടെ വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് കിടക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ വൈഫിന് എന്തോ അസുഖമാണ്. അവര് റിട്ടയർ ആയി, അവർ ചങ്ങനാശ്ശേരിയിൽ അവർക്ക് വീടുണ്ട്, അവരങ്ങ് പോവാണ് നാട്ടിൽ. അപ്പോൾ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞാണ് ആ പുള്ളി അന്വേഷിക്കുന്നത്. ആ സമയത്ത് അച്ചാച്ചി നമ്മളെ കൊണ്ടുവന്ന് മുട്ടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു വീട്, ആ വീട്ടിൽ ഞങ്ങൾ മാറുവാണ്. പക്ഷേ ആ വീട്ടിലോട്ട് താമസം മാറി ആ സമയത്ത് തന്നെ ബിജു അങ്ങ് വിപ്രോയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് ആ വീട് ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ ബിജു ചിലപ്പം ശനി ഞായറും ഒക്കെ ആയിട്ട് വരും, ചിലപ്പം അവധി ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും. അപ്പം അന്നേരം മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറും, ഞാനും ബിജുവും കൊച്ചും കൂടി ഇങ്ങോട്ട് മാറും. അല്ലാത്ത സമയത്ത് മറ്റടുത്ത് സ്ഥലമില്ല. നമ്മൾ അച്ചാച്ചി അമ്മച്ചിയും താമസിക്കുന്ന അതിൽ ആകെ കഷ്ടിച്ച് 2 ബെഡ്റൂമേ ഉള്ളൂ. 2 ബെഡ്റൂമേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വീട് എടുത്തിട്ടിരുന്നു. എന്നിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 4 വർഷത്തോളം ആ വീടിന് വാടക കൊടുത്തോണ്ടേയിരുന്നു. അവിടെ നമ്മൾ താമസിക്കുന്നില്ല. അന്ന് എനിക്കൊന്ന് 4000-ൽ എങ്ങാണ്ടാണ് നമ്മൾ വാടക സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ വീട്ടിൽ അറൗണ്ട് 10 വർഷം നമ്മളവിടെ താമസിച്ചത്. അന്ന ജനിച്ച സമയത്ത് നമ്മളെടുത്താണ് ആ വീട്. അന്ന ജനിച്ച് 3-ാം മാസം എങ്ങാണ്ടാണ് ഞങ്ങൾ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. അന്ന് തൊട്ട് നമ്മളൊരു 10 വർഷത്തോളം ആ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ താമസിച്ചത്. അതിനുശേഷം നമ്മൾ വീട് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അത്രയും നാൾ, അതായത് ഒരു 4 വർഷത്തോളം നമ്മൾ ചുമ്മാ വാടക കൊടുത്തു. കാരണം നമുക്ക് വരുമ്പോൾ നിൽക്കാൻ വേണം. നമ്മൾ സൈച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, TV, ഫ്രിഡ്ജ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്ന ഇതൊക്കെ ചീത്തയായി പോകത്തില്ലേ. അപ്പം അത് സ്മാർട്ട് TV വരെ സ്മാർട്ട് TV അതിന് ശേഷം വാങ്ങിച്ചു. അപ്പം അങ്ങനത്തെ TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വാങ്ങിച്ചതെല്ലാം ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ഒരു വീടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്കൊക്കെ അവിടെ വന്ന് സ്റ്റേ ചെയ്യും, ഞാനും ബിജുവും മാത്രം. അച്ചാച്ചി അമ്മച്ചിയൊക്കെ ഇപ്പുറത്ത്. അപ്പം ഇവൾക്കൊരു 4 വയസ്സ്, ഇവൾ LKG ചേരുന്നവരെ ബിജു വിപ്രോയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, എറണാകുളം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് എനിക്ക് MCAയുടെ പ്രോജക്റ്റ്, MCA ഞാൻ ഇഗ്നോയിലാണ് ചെയ്തത്. MCAയുടെ പ്രോജക്റ്റിൻ്റെ വൈവയൊക്കെ ഉണ്ടായിരുന്നു എറണാകുളം വെച്ച്. അപ്പോൾ ഞാൻ അന്നൊക്കെ ഇങ്ങനെ പോകുമ്പം പിന്നെ ദീപ്തിയുടെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ ബിജു അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ 1-2 ദിവസമൊക്കെ പോയിട്ട്, 1-2 ദിവസമല്ല, ഒരു ദിവസമൊക്കെ ആയിട്ട് പോയിട്ട് അവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു വൈവയ്ക്ക് പോയിട്ട് ഞാൻ വൈവ എല്ലാം തീർന്ന് നമ്മൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്ക് രാത്രി ഏതാണ്ട് ഒരു 6 മണി 5 മണിയായി. അപ്പം ഞാനിങ്ങനെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ച് ട്രെയിനിൽ അങ്ങോട്ട് പോയത് എനിക്കൊന്ന് ഞാൻ അങ്ങോട്ട് എന്തോ ധൈര്യത്തിന് പോയെങ്കിലും തിരിച്ചെനിക്ക് വരാൻ പേടിയായി. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ, ഒരു രക്തിസാഗർ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വല്ലാത്ത പേരുള്ളൊരു ട്രെയിൻ, ആ ട്രെയിനിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ ബിജുവിൻ്റെ പറയുന്നുണ്ട്, ബിജു എനിക്ക് പേടിയാണ്, ഇത്രയും രാത്രിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ബിജു പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, ബിജു ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോവാം, കാരണം കൊച്ചെന്തായാലും ലാക്ടോജനാണ് കഴിക്കുന്നത്, അപ്പം ഞാൻ പയ്യെ പോവാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ബിജു സമ്മതിച്ചില്ല. ബിജു എന്നെ ആ ട്രെയിനിൽ കയറ്റി വിട്ടു. എനിക്കങ്ങ് ഭയങ്കര പേടിയായിപ്പോയി. കാരണം ഞാൻ നോക്കുമ്പം മൊത്തം ഹിന്ദിക്കാരതിനകത്തെ. എന്നിട്ട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ട്രെയിനിനകത്ത് തന്നെ തൊട്ടിലൊക്കെ കെട്ടി കൊച്ചിനെ ആട്ടുന്നു. പിന്നെ കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, കുറേ പേര് മുറുക്കി ചവച്ചിരിക്കുന്നു, പിന്നെ കുറേ പേര് എന്നെ തന്നെ തുറച്ചു നോക്കുന്നു. അപ്പം ഞാൻ ഏതാണ്ട് കരുനാഗപ്പള്ളി അവിടം വരെ എങ്ങാണ്ട് കുറച്ച് മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ പോയി ഇരുന്നത്. കറക്റ്റ് ആ സ്ഥലം എത്തിയപ്പോൾ ഇവരങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഇരുട്ടി, രാത്രി 8 മണി എങ്ങാണ്ടൊക്കെ ആയി. അപ്പം എനിക്കങ്ങ് ഇവരെ കണ്ടിട്ട് എനിക്കിങ്ങനെ നോക്കാൻ പോയി. അപ്പം ഞാനൊരു വിൻഡോ സീറ്റിൽ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവരെ നോക്കാൻ ഞാൻ പേടിച്ച് വിറച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര പേടിയായിപ്പോയി. അന്നൊക്കെയാണ് ഈ മറ്റേ ഗോവിന്ദച്ചാമിയുടെ ഒക്കെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഞാൻ ഈ ബാക്കി എല്ലാ കാര്യത്തിനും ഓക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കേസുകളുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. ഇപ്പം എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകുന്നു. മേ ബി പകല് പോകുന്ന എനിക്ക് പ്രശ്നമില്ല, എനിക്ക് രാത്രി പോകുമ്പോഴാണ് എനിക്ക് പേടി വരുന്നത്. ആരുമില്ല, മലയാളികളും ഇല്ല, അത് അങ്ങനത്തെ ഒരു ട്രെയിൻ, മനസ്സിലായി, സ്ലീപ്പർ കോച്ചാണ്. അപ്പോൾ ആരെ വിളിക്കും, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അന്നൊന്നും നമ്മുടെ ഈ ഇന്റർനെറ്റ് ഒന്നും അത്ര ഇതായി വരുന്നില്ല. അന്ന് ഫേസ്ബുക്കൊക്കെ സ്റ്റാർട്ടിങ് ആണ്. ഫേസ്ബുക്ക് അന്ന് ഓർക്കുട്ടാണുള്ളത്, ഫേസ്ബുക്കൊന്നും തുടങ്ങി വരുന്നതേ ഉള്ളൂ ആ സമയത്തെ. അപ്പം എനിക്കിതെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ ആകെ പേടിച്ച് വിറച്ച്, അതൊരു ഓർമ്മയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതായത് അന്ന LKG ജോയിൻ ചെയ്യുന്ന സമയത്താണ് ബിജു ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ